ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജനാബ് പി മൊയ്തീൻ ഹാജി, അതോടൊപ്പം ഇവിടെ നമുക്ക് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച അബൂബക്കർ യമാനി, അതോടൊപ്പം വേദിയിലിരിക്കുന്ന ഈ ഒരു പരിപാടിയുടെ സംഘാടകരെ, പ്രിയപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് എന്നവരുടെ ശിഷ്യസമ്പത്തായവരും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരുമായിട്ട് ഈ ഒരു സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ മനുഷ്യ സ്നേഹികൾക്കും ആദ്യമേ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നമുക്ക് പരമാവധി നന്നായിട്ട് കാര്യങ്ങളെ മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു വിഷയം ഇവിടെ മുന്നോട്ട് പോകാൻ വേണ്ടി ആദ്യമേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വിഷയം ലഹരിയാണ്. അപ്പൊ എന്നോട് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, സാർ ഈ കൂട്ടത്തിലേക്ക് മൊബൈലും കൂടി ഒന്ന് വേണേ. മൊബൈൽ ഇല്ലാതെ എന്ത് ലഹരി പറയാനാണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വിഷയത്തെ ഇത്രത്തോളം വഷളാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ആളാണ് ഈ സാധനം. ഒരു സംശയവും വേണ്ട, നമ്മുടെ മക്കളിലേക്ക് ലഹരി മാഫിയയുടെ സന്ദേശങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ ഒരു കാര്യം ചെയ്യണ്ട. ഈ സാധനം കുട്ടിക്കൊന്ന് വാങ്ങി അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുത്താൽ മതി. ലഹരി മാഫിയയ്ക്ക് പിന്നെ നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കണ്ട, അവരങ്ങ് ആയിക്കോളും. ഇതിനകത്തുണ്ട് കാര്യം. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അധ്യാപകരോട് കയർക്കുന്ന കുട്ടികളില്ലേ, നമുക്കൊക്കെ അധ്യാപകരോട് കയർക്കാൻ പോയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് മാഷോടൊരു തല്ല് കിട്ടിയാൽ ആദ്യത്തെ പേടി അത് വീട്ടിൽ അറിയോ എന്നുള്ളത്. അധ്യാപകനോട് തല്ല് കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ആദ്യത്തെ പേടി എന്താ? അത് വീട്ടിൽ അറിയോ. വീട്ടിൽ അറിഞ്ഞാൽ എന്താ പ്രശ്നം? മാഷോട് കിട്ടിയത് ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ ഉസ്താദിനോട് കിട്ടിയത് ഒന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് രണ്ടെണ്ണം കിട്ടും. കാര്യം പോലും ചോദിക്കൂല. എന്തിനാണ് എനിക്ക് തല്ല് കിട്ടിയതെന്ന് ചോദിക്കൂല. കിട്ടിയില്ലേ, തല്ല് കിട്ടിയില്ലേ, തല്ലും വാങ്ങി വന്നതല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആലോചിച്ച് നോക്കൂ. എന്റെ മുതിർന്ന സഹോദരന്മാര്, എന്റെ പ്രായമുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ പ്രായം കുറഞ്ഞ ചിലരുടെ അവസ്ഥ ഇതായിരുന്നു. പക്ഷെ തന്റെ അധ്യാപനങ്ങളിലൂടെ പല അധ്യാപകരും അങ്ങനെ കിട്ടിയവരും ഉണ്ട്, എനിക്കറിയാം. വെറുതെ പറയുന്നതല്ല. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മിക്കവാറും സ്കൂളുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും എന്നോണം പോയിക്കൊണ്ടിരിക്കുന്നു. അധ്യാപകരോട് സംസാരിക്കുന്നു, വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നു. ഈ മാറ്റത്തിനൊക്കെ കാരണം, വളരെ പെട്ടെന്നുണ്ടായ മാറ്റത്തിന് കാരണം, ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ 2000-ന് ശേഷം വന്ന വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ മൊബൈലാണ്. ഞാൻ അവിടെ തുടങ്ങാം. നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ വേണ്ടേ? വേണം. മൊബൈൽ ഉപയോഗിക്കാൻ അവർ അറിഞ്ഞിരിക്കണം. മൊബൈൽ ഇല്ലാത്തൊരു ലോകത്തൊന്നും നമ്മുടെ മക്കൾക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല. വിവര സാങ്കേതിക വിദ്യ ഇല്ലാത്ത ലോകത്ത്, ഇന്റർനെറ്റ് ഇല്ലാത്ത ആ ലോകത്തൊന്നും മക്കൾക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല. അവരത് അറിഞ്ഞിരിക്കണം. പക്ഷെ അത് ഉപയോഗിക്കാനാണ് അവർ പഠിച്ചിരിക്കേണ്ടത്. അത് ഉപയോഗിക്കാൻ, മിസ്യൂസ് ചെയ്യാൻ അഥവാ അബ്യൂസ് ചെയ്യാനല്ല അവർ പഠിക്കേണ്ടത്. ദുരുപയോഗം ചെയ്യാനല്ല, അത് ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നെ പോലുള്ള ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ പറയും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂറേ കൊടുക്കാൻ പറ്റൂ. കൂടിപ്പോയാ 3/4 മണിക്കൂർ, അതിനപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ അപകടമാണ്. ശരി, അത് നമ്മൾ കേട്ടിരിക്കുന്നു. എനിക്കുണ്ടൊരു മൊബൈൽ, എനിക്കുണ്ടൊരു മോന് അല്ലെ ഒരു മോള്. കൊടുക്കണ്ടേ? ഓനും കൊടുക്കണ്ടേ? പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലുള്ള ആൾക്കാർ, അറിവുള്ളവരാണെന്ന് പറയുന്ന ആളുകൾ വേദിയിൽ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, അരമണിക്കൂർ കൊടുക്കും. എപ്പോഴാ കൊടുക്കുക എന്നറിയോ? 12 വയസ്സ് വരെയുള്ള കുട്ടിക്ക്. അത് 4 വയസ്സിന് മുമ്പ് കയ്യിൽ കൊടുക്കരുത് എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. അയ്യോ, ഓൻ ചോറുണ്ടൂലേലോ എന്നാണ് അപ്പൊ അമ്മമാര് പറയുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാര് പറയുക, അയ്യോ ഇയാളെന്താ പറയുന്നത്, ചെക്കൻ എന്തെങ്കിലും അല്ലെ മോൾ എന്തെങ്കിലും ഒന്ന് തിന്നുന്നത് ആ സാധനം ഉള്ളത് കൊണ്ട് അതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് തീറ്റിച്ചെടുക്കുന്നത്. കൊടുക്കരുത് കയ്യില്. നമ്മളെ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ. തൊട്ടടുത്ത ദിവസം ബഹുമാനപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ ഒരു വോയിസ് മെസ്സേജ് നമ്മുടെ ഒക്കെ മൊബൈലിലും കൂടെ കടന്നുപോയി. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ശ്രീചിത്തിര മെഡിക്കൽ സെന്ററിൽ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞതിന്റെ ബാക്കി
അവിടെ വരുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനവും ബ്രെയിൻ ട്യൂമറായിട്ട് വരുന്നു. ഈ ബ്രെയിൻ ട്യൂമറിന് പ്രധാന കാരണം കുഞ്ഞുനാളിലെയുള്ള മൊബൈൽ ഉപയോഗമാണ്. ഈ ട്യൂമറുകൾ മിക്കതും ക്യാൻസറാണ്, ക്യാൻസറുകളാണ്, സാധാ ട്യൂമറുകളല്ല എന്ന് ഇ ടി മുഹമ്മദ് ബഷീർ സാർ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേർ സാക്ഷ്യം ഒരു ഡോക്ടറുടെ നിന്ന് നേരിട്ട് കിട്ടിയ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പോട്ടെ, അത് വിട്ടേക്ക്. 4 വയസ്സ് വരെയുള്ളത് നിങ്ങൾ കൊടുക്കണ്ട, എന്നാ പിന്നെ അത് കഴിഞ്ഞ് 12 വയസ്സ് വരെ കൊടുത്തൂടെ എന്നൊരു ചോദ്യമുണ്ട്. കൊടുക്കണം. പക്ഷെ അത് എപ്പോഴാണെന്നൊരു ചോദ്യമല്ലേ. എപ്പോഴാ കൊടുക്കേണ്ടത്? നമ്മൾ കൊടുക്കപ്പോഴാ വീട്ടിൽ തിരക്കിട്ട പണിയുള്ളപ്പോ, അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത പണിയുള്ളപ്പോ, അതല്ലെങ്കിൽ അവനൊന്ന് അടക്കിയിരുത്താൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളപ്പോ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് പോകേണ്ടപ്പോ അല്ലേ നമ്മൾ കൊടുക്കാറുള്ളത്? പാടില്ല. നിങ്ങൾക്ക് കൂടെ ഇരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ കുട്ടിക്ക് മൊബൈൽ കൊടുക്കാൻ പാടുള്ളൂ. അതെന്തിനാ? ഞാൻ കൂടെ ഇരിക്കുന്ന അവനങ്ങ് കണ്ടോളൂലേ, എന്നേക്കാൾ നന്നായിട്ട് അവൻ ഉപയോഗിക്കല്ലോ. രക്ഷിതാക്കൾ വിചാരിക്കും എന്നേക്കാൾ നന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ 4, 5, 6, 7, 8 വയസ്സുള്ള എന്റെ മോനറിയാലോ, പിന്നെ എന്തിനാ ഞാൻ കൂടെ ഇരിക്കണം എന്ന് പറയുന്നത്? അതിലവർ ഇടപെടുന്ന ആളുകള്, അതിലവർക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന ആളുകൾ, അതിലവർ കാണുന്ന സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ, അത് നമ്മുടെ കുടുംബത്തിന് പറ്റിയതാണോ? അത് നമ്മുടെ വിശ്വാസങ്ങൾക്ക് പറ്റിയതാണോ? അത് നമ്മുടെ സമൂഹത്തിന് പറ്റിയതാണോ? സംസ്കാരത്തിന് പറ്റിയതാണോ? എല്ലാവരും സമൂഹ സ്നേഹികളും സംസ്കാര സ്നേഹികളും ഒന്നുമല്ല. ഇവിടെ ഇപ്പൊ ഒരു ഉസ്താദിന്റെ പേരില് ഗുരു മഹിമ. എനിക്ക് വല്ലാതെ സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ. ഇത്രയധികം എനിക്ക് സന്തോഷമുള്ള മറ്റൊരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തില് ഇന്ന് ഈ വേദിയിൽ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അച്ഛൻ, അമ്മ, ഗുരു, ഒരു സംശയവും വേണം. എൻ്റെ അധ്യാപകരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഗുരുത്വത്തിന്റെ ബാക്കിയാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളെല്ലാം. അതിനെ ഓർക്കാൻ ഇവിടെ ഒരു കൂട്ടം ആളുകൾ തയ്യാറാവുന്ന ഒരു സന്തോഷം, അത് ചെറിയ സന്തോഷമൊന്നുമല്ല. അത് കൂടിച്ചേർന്ന് ഇതുപോലുള്ള ഒരു നല്ല സാമൂഹ്യ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യാന്ന് പറയുമ്പോ നിങ്ങൾ ദൈവത്തിന്റെ പാതയിലാണ്. എന്നാൽ എല്ലാവരും ഇങ്ങനെയാണെന്ന് കരുതരുത്. പണം ഉണ്ടാക്കുക, ആ പണം കൊണ്ട് എന്തും നേടുക, സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കുക. മക്കള് നശിച്ചാലെന്ത്, കുടുംബം നശിച്ചാലെന്ത്, അച്ഛനും അമ്മയും കരഞ്ഞാലെന്ത്, അതൊന്നും എനിക്ക് ഉള്ള വിഷയമല്ല. എനിക്ക് പണം വേണം, അത് ഞാൻ ഏത് തരത്തിലും കുഞ്ഞു മക്കളെ നശിപ്പിച്ചിട്ടായാലും നേടിയെടുക്കുമെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരീ മൊബൈലിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? നമ്മുടെ വീടിന് തൊട്ടടുത്തുകൂടെ, തൊട്ട് താഴെയുള്ള വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാള്, നമുക്കറിയാത്ത ഒരാള്, നമുക്ക് പരിചയമില്ലാത്ത ഒരാള് 8 or 9 വയസ്സുള്ള നമ്മുടെ മോനോട് മോളോട് സംസാരിക്കുന്നത് കണ്ടു. നമ്മളൊന്ന് നോക്കി, അവനെന്തോ പറയുന്നുണ്ടല്ലോ, ചിലപ്പോ വഴിയേറ്റം ചോദിക്കുകയായിരിക്കും, നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരക്കല്ലേ. പിന്നെ നോക്കുന്ന സമയത്ത് ഈ കുട്ടി സംസാരിച്ചോണ്ടിരിക്കുന്നു, 1-2 മിനിറ്റ് സംസാരിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ വെറുതെ ഇരിക്കുകയോ? പരിചയമില്ലാത്ത ഒരാളോട് 8 വയസ്സുള്ള കുട്ടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇവിടുത്തെ ഉപ്പമാര് വെറുതെ ഇരിക്കുകയോ? ചെല്ലൂല്ലേ? ചെന്നു. അവനെന്താ പറയുന്നത് നോക്കി, മുഴുവൻ കേട്ട് അന്നപ്പോഴേക്കും മറ്റേ ആള് പോയി. ഉടനെ തന്നെ നമ്മൾ ചോദിക്കും, അതാരാടാ? ആരാ മോളെ അത്? നിനക്കറിയോ അയാളെ? ഇല്ല, എനിക്കറിയൂല. അയാൾ എന്താ മോനോട് പറഞ്ഞത്? അതും അറിയില്ല. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അതെന്തിനാ അയാൾ അങ്ങനെ ചോദിച്ചത്? നീ എന്തിനാ അങ്ങനെ സംസാരിക്കാൻ പോയത്? നീ എന്തിനാ മറുപടി പറഞ്ഞത്? ഇല്ലേ? എന്താ? നമുക്ക് പേടിയാ, ഈ കുട്ടിയെ അയാൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? എന്നാ നമ്മുടെ മക്കൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നേരം സംസാരിക്കുന്ന, അവരോട് സംവേദിക്കുന്ന, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആള് തൊപ്പിക്കാരനായാലും താടിക്കാരനായാലും കഷണ്ടിക്കാരനായാലും പല പേരുകളിലാ. പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരും സമൂഹത്തില് വിലയുണ്ടെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേസിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അവരെപ്പോലുള്ളവരെ നമ്മുടെ കുട്ടികൾ ഹീറോസ് ആക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇടപെടാൻ പറ്റണം. മോനെ, ഇത് തെറ്റാട്ടോ ഇയാൾ പറഞ്ഞത്, ഈ വീഡിയോയിൽ ഈ കണ്ട കാര്യം തെറ്റാട്ടോ, അത് നമുക്ക് പറ്റാത്തതാണ്, ഇത് ശരിയല്ല. അമ്മേന്റെ കുട്ടി അത് ചെയ്യരുത്, അങ്ങനെ കാണരുത്. എന്ത് കാണണം? ഇത് കാണരുത്. ഇപ്പൊ നമ്മള് ഒരു വീഡിയോ, കുട്ടി ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും, ഇവന്റെ വേഷം കൊണ്ടായിരിക്കാം, ഈ വന്ന ആളുകളുടെ മുഖത്തെ പ്രത്യേകത കൊണ്ടായിരിക്കാം, മേക്കപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ അയാൾ വെച്ചിട്ടുള്ള ഒരു കണ്ണടയുടെ മുകളിലായിരിക്കാം ഫസ്റ്റ് വീഡിയോ കുട്ടി കണ്ടോണ്ടിരിക്കുന്നത്, ഈ കണ്ണടയായിരിക്കും.
ആ വീഡിയോ 1/2 മിനിറ്റ് കഴിയുമ്പോ ഇന്റർനെറ്റിന് ഒരു അൽഗോരിതാണ്, രണ്ടാമത്തെ മിനിറ്റ് കഴിയുമ്പോ മറ്റൊരു അൽഗോരിതാണ് എന്ന് പറഞ്ഞ് എഴുതിക്കുകയാണ്. കണക്ക് മാറി. 1/2 മിനിറ്റ് കഴിയുമ്പോൾ സമാന വീഡിയോ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ 1 മിനിറ്റ് കഴിയുമ്പോ ചോദിക്കാതെ തന്നെ അതേപോലെ മറ്റൊരു വീഡിയോ കൊടുക്കും. 2 മിനിറ്റ് കണ്ടാലോ ഇതേ സമാനമായ വീഡിയോ കൊടുക്കുന്നതിന്റെ അവരിങ്ങോട്ട് കൊടുക്കുക, അവരിങ്ങോട്ട് കൊണ്ട കൊടുക്കുക അല്ലെ. നമ്മള് പിന്നെ ഒരു പാത്രക്കടയിൽ പോയിട്ട് നമുക്കൊരു വെള്ളപ്പത്തിന്റെ ചട്ടിയാ വേണ്ടത്. നമ്മൾ ചെല്ലുമ്പോൾ അവർ ചോദിക്കും എന്താ വേണ്ടത്, പാത്രങ്ങളെ, നമുക്ക് അവർക്കറിയില്ല. അപ്പൊ നമ്മൾ ഒരു വെള്ളപ്പത്തിന്റെ ചട്ടി എടുത്ത് നോക്കി, ഉടനെ തന്നെ സെയിൽസ്മാൻ എന്ത് ചെയ്യും, അതേപോലത്തെ 3-4 എടുത്തോണ്ട് തരും അല്ലേ. ഇത് തന്നെയാണ് ആരും ചെയ്യുന്നത്, മൊബൈലും ചെയ്യുന്നത്. അപ്പൊ ഈ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ മൊബൈൽ കാണുമ്പോൾ അവർ ഗെയിമിലേക്കാണോ പോകുന്നത്, കഴിയുന്നതും എന്നല്ല, പൂർണ്ണമായിട്ടും കുട്ടികളെ ഗെയിമിൽ നിന്ന് വിലക്കി നിർത്തുക. കാരണം ഗെയിമുകൾ അതിസൂക്ഷ്മതയോടുകൂടെ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് വളരെ മനഃശാസ്ത്രപരമായിട്ട് നമ്മുടെ കുട്ടികളെ പിടിച്ചിരുത്തുകയും അവർക്ക് അഡിക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന കണ്ടന്റുകൾ നിറച്ച് അതിനു വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഗെയിമുകളാണ്. ഒരു കാരണവശാലും കുട്ടികളെ മൊബൈൽ ഗെയിമിലേക്ക് കൊണ്ടുപോകരുത്. 12 വയസ്സ് വരെ ഒരു കാരണവശാലും, 15 വയസ്സ് വരെയൊക്കെ ഗെയിം എന്ന പരിപാടിയെ വേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ അതിനാരും നിൽക്കുകയില്ല. 15 കഴിഞ്ഞാൽ കുട്ടിക്ക് ഏതാണ്ട് അവർക്ക് തന്നെ മനസ്സിലാവും ഇത് കള്ളത്തരാണ്, ഇതെന്നെ പറ്റിക്കാനുള്ളതാണ്. 12 വയസ്സ് വരെ കുട്ടികളെ മൊബൈൽ കാണുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അടുത്തിരുന്നിട്ട് കാണിച്ചു കൊടുക്കുക. എന്ത് കാരണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവനുള്ള ഭക്ഷണം നമ്മൾ സെലക്ട് ചെയ്യുന്നില്ലേ, അവനുള്ള വസ്ത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നില്ലേ, അവൻ കാണേണ്ട കാഴ്ചകളെയും സെലക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്ക്. ഇനി 18 വയസ്സ് വരെ, ഈ 12 വയസ്സിന് ശേഷം നിങ്ങൾ കുട്ടിക്ക് കുറച്ചൊക്കെ മൊബൈൽ കൊടുത്തോളൂ. 18 വയസ്സ് വരെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കരുത്. 18 വയസ്സ് വരെ നിങ്ങളുടെ കുട്ടികൾക്ക് സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പാടില്ല. അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈക്കും കമന്റും ഒക്കെ വാങ്ങുന്നത് കണ്ട് ഹർഷപുളകിതരാവാൻ നിൽക്കണ്ട. അത് അധികകാലം നീണ്ടു നിൽക്കില്ല. പലപ്പോഴും അപകടം പിടിച്ച ബന്ധങ്ങളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ വഴിയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ കുറച്ച് സ്വതന്ത്രരാക്കി വിട്ടോളൂ. ഒരല്പം ശ്രദ്ധ മാത്രം മതി. അവർ നല്ല രീതിയിൽ പോയി അതുവരെ പഠിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഉത്തരവാദിത്ത ബോധം അവരിൽ നിറച്ചു കഴിഞ്ഞാൽ അവരങ്ങ് രക്ഷപ്പെട്ടു പോയിക്കോളും. ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ മൊബൈലിന്റെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഉസ്താദുമാരുണ്ട്, അതായത് ബിൽ ഗേറ്റ്സ്, സുക്കൻബർഗ്, ഇവരൊക്കെ ചെയ്ത കാര്യമാണ്. 12 വയസ്സ് വരെ ഈ മുതലാളിമാര് സ്വന്തം മക്കൾക്ക് ഇത് വാങ്ങി കൊടുത്തിട്ടില്ല, മൊബൈലും സ്ക്രീൻ കൊടുത്തിട്ടില്ല. 18 വയസ്സ് വരെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് അവർ തുടങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതായത് ഒരു നല്ല മുതലാളി, നല്ല ഹോട്ടൽ മുതലാളി, ഒരുപാട് കച്ചവടമുള്ള, ഇവിടെ ഹോട്ടൽ മുതലാളിമാരൊക്കെ ഉണ്ടാവില്ലേ, ഒരുപാട് കച്ചവടമുള്ള ഒരു ഹോട്ടലില് സ്വന്തം മക്കള് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുന്നവരെ നീ ഇത് തിന്നണ്ട, വീട്ടില് ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടായി പോയി കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭക്ഷണത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്ക് വേണം. ഇവരുടെ മക്കൾക്ക് പറ്റാത്തത് നമ്മുടെ മക്കൾക്ക് വേണോ? ഇവരുണ്ടാക്കിയ പ്രൊഡക്റ്റ് ആലോചിക്കുക, ചിന്തിക്കുക. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇത് മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ വേറെയുണ്ട്. ഇതൊരു വലിയ താങ്ങായി, ഇത് വലിയ പുഷായിട്ട് ഈ പ്രശ്നത്തെ മുന്നോട്ട് അധികമായിട്ട് കൊണ്ടുപോകുന്നത് മാത്രം ഒരുപാടുണ്ട്. അവിടെയാണ് പാരന്റിങ് സെഷനുകളുടെ പ്രത്യേകത. പാരന്റിങ് എന്റെ വീടിന് തൊട്ടടുത്തുള്ള എന്റെ സ്വന്തം റുക്യത്ത എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഉമ്മ. എന്റെ സുഹൃത്ത്, 2 സുഹൃത്തുക്കളുടെ, 2 പേരും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമായത് കൊണ്ട് 2 പേരും എനിക്ക് ഒരേപോലെ സുഹൃത്തുക്കളാണ്. ആകെ കുട്ടികളുടെ എണ്ണം 9. അതിൽ 3 പെങ്ങന്മാര്, 5 ആൺകുട്ടികൾ. ഒരു പാരന്റിങ് ക്ലാസ്സിനും പോയിട്ടില്ല, സമയം ഉണ്ടായിട്ടില്ല. ഇവർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനും വീട്ടിലെ കാര്യങ്ങളും നോക്കി കഴിഞ്ഞിട്ട് പാരന്റിങ് ക്ലാസ്സിന് പോകാനൊന്നും ഒരു സമയവും റുക്യത്താക്കി കിട്ടിയിട്ടില്ല. 9 മക്കളും മിടുക്കന്മാരാ. എൻ്റെ 2 സുഹൃത്തുക്കൾ ഉൾപ്പെടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന മാന്യമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന നല്ല മിടുക്കരായിട്ടുള്ള, മിടുക്കരെന്ന് പറഞ്ഞാൽ പോരാ, അതിൽ എൻ്റെ മൂത്ത സിദ്ദിഖാക്ക മിടുക്കനെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല, കാരണം എൻ്റെ ജ്യേഷ്ഠനാണ്. എല്ലാവരും അന്തസ്സുള്ളവരാ, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാ, ആര് കേട്ട് കഴിഞ്ഞാലും നല്ലവരെന്ന് പറയുന്നവരാ. ഒരു പാരന്റിങ് ക്ലാസ്സിലും പോകാതെ എങ്ങനെ സാധിച്ചു? ഒറ്റ ക്ലാസ്സിലും പോയിട്ടില്ല, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ചെറുപ്പം മുതൽ ഞങ്ങൾ, എൻ്റെ അമ്മയും വന്നിട്ടില്ല കേട്ടോ, പക്ഷെ 2 മക്കളേ ഉള്ളൂ, അതുകൊണ്ട് വലിയ ഗ്ലൂസ് പറയാനില്ല.
ഇത് 9 പേരെയാണ് വളർത്തി വലുതാക്കി അന്തസ്സുള്ളവരാക്കി മാറ്റിയത്. എന്നാ അപ്പോഴെന്തിനാ അമ്മമാർക്ക് പാരന്റിങ് ക്ലാസ്? കുറച്ചുകൂടി വിദ്യാഭ്യാസമല്ലേ? അന്നത്തെ ആളുകളെക്കാൾ വിദ്യാഭ്യാസവും അറിവും വായിക്കാനുള്ള കഴിവും അതിനുള്ള സാധ്യതകളും ഇല്ല. എന്നിട്ടും എന്തിനാ നമ്മൾ ഇവർക്ക് പാരന്റിങ് ക്ലാസ് വേണമെന്ന് പറയുന്നത്? അന്നില്ലാത്ത എന്ത് മാറ്റാണ് ഇന്നുള്ളത് ചിന്തിക്കണ്ടേ? അന്ന് സ്വാഭാവികമായ ചുറ്റുപാടിൽ നമ്മൾ വളർന്നു. നമ്മുടെ ചുറ്റുപാടുകൾ സ്വാഭാവികമായിരുന്നു. അതിനകത്ത് കലർപ്പുകൾ കുറവായിരുന്നു. ഇന്നോ ബാഹ്യ ഇടപെടലുകൾ, കച്ചവടവൽക്കരണം. നമ്മൾ ഏത് പേസ്റ്റ് തേക്കണം, ഉമിക്കരി തേക്കണം, ഉമിക്കരി തേച്ചോണ്ട് തിളങ്ങുന്നത് പോലെ പല്ല് തിളങ്ങും. ഉമിക്കരി നന്നായിട്ട് തിളങ്ങുന്നു, ശാസ്ത്രീയമായിട്ട് തന്നെ അത് നല്ലതാന്ന് പറയുന്നു. പക്ഷെ നമ്മള് പേസ്റ്റ് ഉപയോഗിക്കണം എന്ന് ആര് പറയുന്നു? കമ്പനി പറയുന്നു. അത് ഏത് പേസ്റ്റ് ഉപയോഗിക്കണം എന്ന് കമ്പനി പറയുന്നു. നമ്മൾ ചെരുപ്പിടുന്നതിനെ പറ്റി, നമ്മൾ ഷർട്ട് ഇടുന്നതിനെ പറ്റി ഒക്കെ മറ്റാരോ നമ്മളോട് പറയുന്നു. അഥവാ ബാഹ്യ ഇടപെടലിലും ചുറ്റുപാടിലും ജീവിക്കുന്ന ഒരു സമൂഹം, ആ ബാഹ്യ ഇടപെടലിനെ ശക്തമാക്കുന്ന സാധനമാണ് ഇത്. ഈ ബാഹ്യ ഇടപെടലുകളിൽ പെടാതെ, നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസിൽ പെടാതെ നമ്മളെ മക്കളെ പോറ്റിയെടുക്കാനാണ് നമുക്കില്ലാത്ത അറിവുകൾ അറിയുന്ന ആളുകളെ, നമ്മുടെ അറിവുകളോട് ഷെയർ ചെയ്തിട്ട് അറിവ് വർദ്ധിപ്പിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കേൾക്കേണ്ടത്. അതിനാണ് പാരന്റിങ് ക്ലാസ്. ഞാനിവിടെ പറയാൻ കാരണം, ഒരു പാരന്റിങ് ക്ലാസ് എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. സ്കൂളുകളിൽ പാരന്റിങ് ക്ലാസ്സുകൾ വരുമ്പോൾ അതിനെ അവഗണിച്ച് വിടരുത്. അതിനെ പ്രാധാന്യത്തോടു കൂടി കാണുക. ഒരു പക്ഷെ അവിടുന്ന് 1 മണിക്കൂർ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും കിട്ടുക. പക്ഷെ ആ ഒരു കാര്യം നിങ്ങളുടെ മക്കളെ ഒരുപാട് മുന്നോട്ടെത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപകാരപ്രദമായിരിക്കും. പാരന്റിങ് ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. അത്രയേറെ പൊല്യൂട്ടഡ് ആണ്, അത്രയേറെ മലിനമാണ് നമ്മുടെ ചുറ്റുപാടുകൾ. നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റുപാടില്. എല്ലാവരും ക്ഷമിക്കുക. അജ്നാസ് സാർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു തമാശയും ചിരിയും ഒക്കെ കലർന്നൊരു സ്പീച്ചായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഞാനും തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ചെറിയ തോതിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ എന്നെ മുമ്പ് ഞാനൊരു അധ്യാപകനായിരുന്നു, പാരൽ കോളേജ് അധ്യാപകനായിരുന്നു 12 വർഷത്തോളം. ഈ 12 വർഷത്തെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ ഒരുപാട് ശിഷ്യന്മാരൊക്കെ എനിക്കുണ്ട്. ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പോകുന്നു, എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്, ക്ലാസ് മുഷിയാതെ അങ്ങ് എടുക്കുന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. അത്യാവശ്യം തമാശകളൊക്കെ പറയുന്ന ആളാണ്. ഒരു 4-5 വർഷം മുമ്പ് എൻ്റെ ഒരു ശിഷ്യൻ ഇതിന് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഒരു സ്ഥാപനം മീൻസ് ഒരു ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ വാർഷികത്തിന് എന്നെ വിളിച്ചു. ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് ക്ലാസ്സൊക്കെ നല്ല അഭിപ്രായമായിട്ട് എല്ലാവർക്കും, പക്ഷെ സാറ് പണ്ട് കുറെ തമാശയൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഒരു തമാശ അങ്ങനെ വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോനെ തമാശയൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ കാണുന്ന കാഴ്ചകൾ തമാശയ്ക്ക് വഴങ്ങുന്നതല്ല. മനസ്സിനെ തമാശപ്പെടുത്തുന്ന കാഴ്ചകളല്ല ദിവസവും കാണുന്നത്. എൻ്റെ 22-22ാമത്തെ വർഷമാണ് എക്സൈസിൽ ജോലി ചെയ്യുന്നത്. ഈ 22 വർഷത്തിൽ പോയ 10 വർഷം പൂർണ്ണമായിട്ടും ഡ്രഗ് അഡിക്ഷനും അതുമായി ബന്ധപ്പെട്ട കുട്ടികൾ, അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും ഡി അഡിക്ഷൻ രംഗത്തിൽ ദൈവ അനുഗ്രഹത്താൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞു. അപ്പൊ ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് തമാശ രൂപത്തിൽ പറയാനുള്ള ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പോയ ദിവസം ഇവിടെ മുമ്പ് സൂചിപ്പിച്ച ഒരു അപകടം നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒരുപക്ഷെ പലരിലും വലിയ ഞെട്ടലുണ്ടാക്കി. സ്വന്തം ഉമ്മയെ നമ്മളോട് മനസ്സിൽ 1, 2, 3 സ്ഥാനങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ടില്ല കഥ. 1, 2, 3 സ്ഥാനങ്ങൾ നൽകണം, നീ നൽകണം. 1ാമത്തെ സ്ഥാനവും 2ാമത്തെ സ്ഥാനവും 3ാമത്തെ സ്ഥാനവും നീ പെറ്റ ഉമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഉമ്മയെ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൊടുവാള് കൊണ്ട് വെട്ടിക്കൊന്നു. ഇത് പലരിലും ഞെട്ടലുണ്ടാക്കി. പക്ഷെ എനിക്ക് ഒരുപാട് ഉമ്മമാരെ അറിയാം, ജീവനോടെ മരിച്ചു കിടക്കുന്ന ഉമ്മമാര്. അവരിലെ ഉമ്മ മരിച്ചിരിക്കുന്നു, ഉമ്മയ്ക്ക് ജീവനില്ല. കാരണം മക്കൾ ഉമ്മയെന്ന് വിളിക്കുന്നില്ല, മക്കൾ ഉമ്മ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മക്കൾക്ക് ഉമ്മയായിട്ട് അമ്മയായിട്ട് കാണാൻ കഴിയുന്നില്ല. അവനെ ഒരിക്കൽ കൂടി സാർ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം ഒരു ഉമ്മ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, അതിനു മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ഈ രോഗത്തിന്റെ അസുഖത്തിന്റെ പ്രശ്നം ഇതാണ്. പുകയില മുതലുള്ള മദ്യം മുതൽ ഇങ്ങോട്ട് ഇന്നത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ
എല്ലാം രോഗചികിത്സയ്ക്ക് നമ്മൾ മുതിർന്നാലും ചികിത്സ പൂർത്തീകരിച്ചാലും രണ്ടാമതും തിരിച്ചു പോകുന്നവയാണ്. പുനഃപതന റിലാപ്സിംഗ് നാച്ചർ എന്ന് പറയുന്നത്, അഡിക്ഷൻ എന്ന് പറയുന്ന ബ്രെയിൻ ഡിസീസ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും വരാൻ കൂടുതൽ സാധ്യതയുള്ള രോഗമാണ്. ഈ ഉമ്മയും പറഞ്ഞത് രണ്ടാമതും പോകണം. അപ്പൊ ഇത് കുറച്ച് മുമ്പാണ്. അവർ പ്രൈവറ്റ് ആയിട്ടാണ് ചികിത്സിച്ചതെങ്കിലും ഞങ്ങളുടെ ഒരു ഗൈഡൻസിലാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യണം. ഇവർക്ക് സാമ്പത്തികമായ കഴിവുണ്ട്, ഒറ്റ മോനാണ്, ഭർത്താവ് ഗൾഫിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരോട് ഞങ്ങൾ പറഞ്ഞു, മാഡം നമുക്ക് ഇവരെ നാട്ടിൽ തന്നെ നിർത്തിക്കൊണ്ടൊരു നല്ല സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ചികിത്സിച്ചാ പോരെ, അങ്ങനെ ചെയ്താ പോരെ എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞ വാക്ക് വളരെ പ്രധാനമാണ്. സാറേ, വീട്ടിൽ പറ്റില്ല, കാരണം അത്രയേറെ പ്രശ്നങ്ങളാണ്. അല്ല, എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും നമുക്ക് അതല്ലേ കൂടുതൽ സേഫ്. തുടർച്ചയായിട്ട് ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവനും പിന്നീട് ഒരു തോന്നലുണ്ടാവില്ല, ഞാനൊരു മോശക്കാരനായി എന്നുള്ളത്. എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് നല്ല സാർ, അതല്ല, ഞാനും അവനും മാത്രമാണ് വീട്ടിലുള്ളത്. പലപ്പോഴും അവൻ എന്നോടുള്ള പെരുമാറ്റം ഒരു ഉമ്മയോടെന്ന പോലെയല്ല, ഒരു സ്ത്രീയോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്നു. 21 വയസ്സ് 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ത്രീയോടെന്ന പോലെ എന്നോട് പെരുമാറുന്നു. കൂടുതൽ ഞാൻ ചോദിക്കേണ്ടതില്ല, നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല. എന്തായിരിക്കും മാനസികാവസ്ഥ? തൊട്ടടുത്ത ദിവസം സിവിൽ സ്റ്റേഷനിൽ ജോലിയുള്ള ഒരു അമ്മ, അവരെ വിളിച്ചിട്ട് ഞാൻ പോയി, അവരോട് സംസാരിച്ചു. മകനെ 2 ദിവസം മുമ്പ് ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അഡിക്ഷൻ ഉണ്ട്, അവൻ കേരിയർ ആണോ എന്ന് സംശയിക്കുന്നുണ്ടെന്ന് ആ അമ്മ പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ പറയാൻ കാരണം? ഫ്ലാറ്റിലെ 16 വയസ്സുള്ള മറ്റൊരു മോൻ, ആ മോനെ എന്നോട് പറഞ്ഞു, ചേച്ചി ഏട്ടൻ ചോദിച്ചിരുന്നു എനിക്ക് സാധനം എന്തോ വേണോ എന്ന്. അതായത് ഈ താഴെയുള്ള കുട്ടിക്ക്, കുഞ്ഞു കുട്ടിക്ക് കൊടുക്കാമെന്ന് ഇവൻ പറഞ്ഞു. അപ്പൊ അമ്മ ഉറപ്പിച്ചു ഇവൻ എന്തോ തരത്തിലുള്ള കേരിയർ ആയിട്ടുണ്ട്, രക്ഷപ്പെടുത്തണം. അപ്പോ ഞാൻ പറഞ്ഞു, ശരി നമുക്ക് നോക്കാം, ചികിത്സയുണ്ട്, ആദ്യം നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കൂ. അപ്പൊ പറഞ്ഞു, വീട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ കഴിയില്ല സാർ. ഞാൻ പറഞ്ഞു, അതെന്താണ് അങ്ങനെ? നിങ്ങൾ വീട്ടിലേക്ക്, ഞാൻ അവനെ ഇറക്കി വിട്ടതാണ് സാർ, അങ്ങനെ ഇറക്കി വിട്ടതാണ്, ഇനി തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അത് ശരിയില്ല. 10, 21, 22 കൊല്ലം നിങ്ങൾ വളർത്തിയ ഒരു മോൻ ഇപ്പൊ കുഴപ്പക്കാരനായപ്പം സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് അവനെ നിങ്ങൾ ആരെങ്കിലും എക്സൈസുകാർ നോക്കി, പോലീസുകാർ നോക്കി എന്ന് പറയുന്നത് ശരിയുണ്ടോ? ഇത് ശരിയായ നടപടിയല്ല എന്ന് ഹാർഷായിട്ട് അവരോട് പറഞ്ഞ സമയത്ത് അവർക്ക് അവരെ ജസ്റ്റിഫൈ ചെയ്യേണ്ടിയിരുന്നു. അവരെന്നോട് പറഞ്ഞു, സാറേ അതുകൊണ്ടല്ല. അവൻ എന്നോട് പറഞ്ഞ വാക്കുകൾ അത്രയേറെ മോശമായിരുന്നു. ഒരിക്കലും ഒരു അമ്മയോട് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം. അവരെന്നോട് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഇതല്ല, ഇനിയും അവൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് സാറിനോട് പറയാൻ കഴിയില്ല, സാറിനോട് എനിക്കത് പറയാൻ കഴിയില്ല. അവൻ അവന്റെ അമ്മയോട് പറഞ്ഞ കാര്യം. ആ അമ്മ എന്നോട് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ടല്ലോ, അതെനിക്കൊരു വേദിയിൽ പറയാൻ പറ്റില്ല. എത്രത്തോളം സഹിക്കുന്നുണ്ടാവുക ആ അമ്മ. ആ അമ്മ ജീവനോടെ ഉണ്ട് എന്നുള്ളതല്ലാതെ ആ അമ്മയുള്ളിൽ അമ്മയുണ്ടോ? എന്റെ ചോദ്യമാണ്. താമരശ്ശേരിയില് അമ്മയെ വെട്ടിക്കൊന്നതും, ഇവിടെ അമ്മയുടെയും ഉമ്മയുടെയും മനസ്സിന് 1000 വെട്ടുകൾ വെട്ടിക്കൊണ്ട് ഒരുപാട് മക്കള് ഇന്നും ജീവിക്കുന്നതും ലഹരിയുടെ ഒരു സവിശേഷതയോട് ആണ് കാരണം. ഒരു പ്രത്യേകത, ലഹരി പദാർത്ഥം ഉപയോഗിച്ച് കഴിഞ്ഞ് അഡിക്ഷൻ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മനുഷ്യന് വരുന്ന മാനസിക രോഗം, മനോവിഭ്രാന്തി, ആ മനോവിഭ്രാന്തിക്ക് പറയുന്ന പേര് സബ്സ്റ്റൻസ് സൈക്കോസിസ് എന്നാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഡി അഡിക്ഷനോ ഡോക്ടറെ അടുത്തോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മുകളിൽ ഏറ്റവും കൂടുതൽ എഴുതി വെക്കും സബ്സ്റ്റൻസ് അബ്യൂസ് ഓർ സബ്സ്റ്റൻസ് സൈക്കോസിസ്. സബ്സ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം. ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ട് അയാളുടെ തലച്ചോറിൽ സൈക്കോസിസ് എന്ന് പറയുന്ന മനോവിഭ്രാന്തി ഉണ്ട്. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്നൊക്കെയാണ് പൂർണ്ണ പേര്. പോട്ടെ, ഈ സബ്സ്റ്റൻസ് സൈക്കോസിസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മയക്കുമരുന്നുകളുടെ, ഇന്നത്തെ സിന്തറ്റിക് ഡ്രഗുകളുടെ കാര്യത്തിൽ
മോചനം അസാധ്യമാണെന്ന് പറയണം. വല്ല വിധേനയും വലിയ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുവന്നാൽ തന്നെ ഏത് സമയമാണ് രണ്ടാമതും അങ്ങോട്ട് പോവുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ സൈക്കോസിസ് പുകവലിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. തുടർച്ചയായിട്ട് പുകവലിക്കുന്ന ഒരാള് 10-15 കൊല്ലം കഴിയുമ്പോൾ അയാൾക്ക് ഇത് ഒരു ശീലം എന്നല്ല, ഇതില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഒരു വെടിപ്പല്ലെന്ന് തോന്നുന്ന അവസ്ഥയിലെത്തും. അത് അയാളുടെ സൈക്കോസിസ് ആണ്. വളരെ ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. കാരണം ഇത് അത്രത്തോളം അപകടകാരിയായിട്ടുള്ള ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ല, ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥമല്ല നിക്കോട്ടിൻ, പുകയിലുള്ള നിക്കോട്ടിൻ. പക്ഷെ അതിന് 6000-ഓളം അന്യ കെമിക്കലുകളുണ്ട് നിക്കോട്ടിൻ അല്ലാതെ. അവയെല്ലാം ശരീരത്തിന് വലിയ രോഗം ഉണ്ടാക്കുന്നതും പുകവലിക്കുന്ന സമയത്ത് അകത്തേക്ക് എടുക്കുന്ന പുകയിൽ 70ഓളം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കേട്ടതില് നിക്കോട്ടിൻ എന്നത് മാത്രമാണ് അതിലെ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന സൈക്കോസിസ് ചെറിയ അളവിലാണ്. നമ്മൾ കണ്ടിട്ടില്ല, ചില ആളുകൾക്ക് രാവിലെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു വാഷ്റൂം കണ്ടു കഴിഞ്ഞാലും അവിടെ പോയിരുന്ന് കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഒരു ബീഡി കത്തിക്കണം, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് കത്തിക്കണം. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ബിരിയാണിയും പൊരിച്ചതും ഒക്കെ കൂട്ടി കഴിച്ചു, തൃപ്തികരമായ ഭക്ഷണം. പക്ഷെ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ലെങ്കിൽ അയ്യോ ഒരു വെടിപ്പായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഉറക്കം ശരിയാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സൈക്കോസിസ് ആണ്. ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. അതുകൊണ്ടാണ് സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിൽ ഒരു നമ്പർ എഴുതി വെച്ചത്, കോൾ നൗ ടു സ്റ്റോപ്പ് ദ ക്വിറ്റ് നൗ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ അപ്പുറത്തെ ഭാഗത്ത് കിട്ടുകാരാണ് ഒരു സൈക്കോളജിസ്റ്റിനാണ് കിട്ടുക. അയാൾ നിങ്ങളോട് സംസാരിക്കും, ഒരു കൗൺസിലർ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ സഹായിക്കും. മരുന്ന് വേണ്ടതാണെങ്കിൽ ചെറിയ തോതിലുള്ള മരുന്ന് തരും. ഒരു ടോൾ ഫ്രീ നമ്പറാണ്. ഈ സൈക്കോസിന് നമ്മൾ ചികിത്സ കൊടുത്ത അയാളെ പുകയിലേക്ക് വിമുക്തനാക്കി കഴിഞ്ഞാൽ, പുകയില വിമുക്തിക്കുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ 100 പേർക്ക് നമ്മൾ പുകയിലയിൽ നിന്ന് വിമുക്ത ചികിത്സ കൊടുത്താൽ അതിലൊരു 85-90 ആളൊക്കെ പിന്നീട് പുക വലിക്കാതിരിക്കും. പക്ഷെ ഒരു 10 പേര് വീണ്ടും പുകവലിക്കും. ഇത് അന്വേഷിച്ച് നോക്കുക, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നോക്കുക. പുകവലി നിർത്തിയിട്ടും സ്വയം നിർത്താൻ കഴിയാത്ത എത്ര പേരുണ്ടെന്ന്. ഈ കാര്യം തന്നെ മദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സൈക്കോസിസ് കുറച്ചുകൂടി രൂക്ഷാണ്. കാരണം മദ്യം നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്ന തലച്ചോറിന്റെ ഭാഗത്തെ ഒന്നാകെ ആക്രമിക്കുന്നുണ്ട്. അവിടുത്തെ നാഡികളെയും ഞരമ്പുകളെയും മുഴുവൻ അത് ആക്രമിക്കുന്നുണ്ട്. അപ്പോഴെന്ത് സംഭവിക്കുന്നു? അയാളില് പുകയില ഉണ്ടാക്കുന്നത് 15 കൊല്ലം കൊണ്ടാണെങ്കിൽ 6-7 കൊല്ലത്തിൽ താഴെ സമയം കൊണ്ട് അയാളില് മദ്യം ഈ സൈക്കോസിസ് ഉണ്ടാക്കുന്നു. അയാൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ വിറയലുണ്ടാകുന്നു, വിഭ്രമം ഉണ്ടാകുന്നു, ജോലി ചെയ്യാൻ ഒരു ഉഷാറ് കിട്ടുന്നില്ല. ഇനിയും കൂടി കഴിഞ്ഞാൽ സ്വയം സംസാരിക്കാൻ തുടങ്ങുന്നു, പിറുപിറുത്തുകൊണ്ട് പോകുന്നു. ആകെ അയാളുടെ മനസ്സിന്റെ താളം തെറ്റുന്നു. ഈ സൈക്കോസിസ് പുകയിലേക്കാൾ വളരെ പെട്ടെന്ന് പകുതിയിൽ താഴെ സമയം കൊണ്ടുണ്ടാക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാലോ 100 പേർക്ക് ചികിത്സ കൊടുത്തു കഴിഞ്ഞാല് അതിൽ 40-45 ആൾക്കാർ തിരിച്ചു പോകുന്നതായിട്ടാണ് കണക്ക്. 55-60 ആൾക്കാർ രക്ഷപ്പെടുന്നു. നല്ല ചികിത്സ കിട്ടിക്കഴിഞ്ഞാല് മദ്യാസക്തിയിൽ നിന്ന് പൂർണ്ണമായി വിമുക്തരാകുന്നവർ പകുതിയോളം വരെയുള്ളൂ. ബാക്കി പകുതി ആളുകൾ റിലാപ്സ് ചെയ്യുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു. ഇനി ഇതേ കാര്യം കഞ്ചാവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, കറുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഹെറോയിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? പ്രിയമുള്ളവരെ, നമ്മുടെ 2ാം സെഷൻ കൈകാര്യം ചെയ്യുന്ന മുസ്ലിം കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഉസ്താദ് ഷൗക്കത്ത് അലി വെള്ളമുണ്ട നമ്മുടെ ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. ഉസ്താദിനെ സഹർഷം കമ്മിറ്റിയുടെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ 100 പേർക്ക് മദ്യത്തിന് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും. ഇനിയിപ്പം കഞ്ചാവിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ, കറുപ്പിന്റെ കാര്യമാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മാരക ലഹരി പദാർത്ഥങ്ങളാണ്, മാരക മയക്കുമരുന്നുകൾ. ഈ മാരക മയക്കുമരുന്നുകളാണ് ഈ മാരക മയക്കുമരുന്നുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നേരത്തെ മദ്യത്തിന് ഞാൻ 6 വർഷം പറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
ഈ സാധനങ്ങളാണെങ്കിൽ 2 വർഷത്തിന്റെയും 3 വർഷത്തിന്റെയും ഇടയിൽ അയാൾ അഡിക്ഷൻ ഉണ്ടാവുകയും അയാളിൽ സൈക്കോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാവുകയും ചെയ്യും. 2-3 വർഷം. ഇനി ചികിത്സ കൊടുത്തു കഴിഞ്ഞാലോ, ഇത്തരത്തിലുള്ള 100 ആളുകൾ അഡിക്ഷൻ ആയി കഴിഞ്ഞ് ചികിത്സ കൊടുത്താൽ കഞ്ചാവിന്റെ കാര്യത്തിൽ 75 ആളുകളും തിരിച്ച് വീണ്ടും കഞ്ചാവ് ഉപയോഗിക്കും. 20-25 ആളുകൾ രക്ഷപ്പെടും. ബാക്കിയുള്ളവർ റിലാപ്സിംഗ് നാച്ചർ നിലനിർത്തുന്നു. അവസരം കിട്ടിക്കഴിഞ്ഞാൽ, സാഹചര്യം ഒത്തു വന്നാൽ അവർ വീണ്ടും ഉപയോഗിക്കുന്നു. ഇനി ഇതേ സാധനം തുടങ്ങിയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗുകൾ, ഡിസൈനർ ഡ്രഗുകൾ, ന്യൂജൻ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ 9 മാസം മുതൽ 12 മാസം വരെയുള്ള സമയം കൊണ്ട്, അതായത് 1 വർഷത്തിനുള്ളിൽ ഉപയോഗിച്ചു തുടങ്ങി, 1 വർഷത്തിനുള്ളിൽ, ശരിക്കും പറയുന്നത് 1-2 പ്രാവശ്യത്തെ ഉപയോഗം, മാക്സിമം 2, സകല പ്രതിരോധങ്ങളും ഇല്ലാതാകുന്നു. വേണ്ടെന്നുള്ള തോന്നലിനെ പൂർണ്ണമായും മറക്കുന്നു. തലച്ചോറിൽ എത്രത്തോളം വലിയ ഇമ്പാക്ട്, സ്റ്റിമുലേഷൻ ആണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ CNS, സെൻട്രൽ നെർവ് സിസ്റ്റം, തലച്ചോറ്, അതിൽ നടക്കുന്ന സുഷുമ്നാ നാഡിയിൽ നിന്ന് പോകുന്ന ഉപനാഡികൾ, ഇവയിലെല്ലാം ഉണ്ടാക്കുന്ന മാറ്റം, ആ മാറ്റം 1-2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ വേണ്ട എന്ന് പറയാനുള്ള സ്വന്തം മനസ്സിന്റെ കഴിവിനെ ആ വ്യക്തിയിൽ നഷ്ടപ്പെടുത്തുന്നു. സമ്മതിക്കില്ല. പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലേ, മദ്യം ഉപയോഗിക്കുന്ന ആളുകള് രാവിലെയും വൈകുന്നേരവും എന്ന് വേണ്ട എല്ലാ സമയവും കുടിച്ചോണ്ടിരിക്കുമ്പോൾ പറയെന്താ, എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും നിർത്താം. ഈ രോഗത്തിന്റെ പ്രത്യേകത അതാണ്. മറ്റു രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. പനിച്ചു, നല്ല പനിയാണ്, പനി കൂടി, വീട്ടിൽ നമ്മൾ പറയും നല്ല പനിയുണ്ട്, ഡോക്ടറെ അടുത്തൊന്ന് പോകണം, മോനെ വാ, മോളെ വാ, അല്ലെങ്കിൽ അമ്മ എന്റെ കൂടെ വരും, എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണം. ഛർദി വന്നു, 2 പ്രാവശ്യം ഛർദിച്ചു, 3-4 പ്രാവശ്യം ഛർദിച്ചപ്പോ നമ്മുടെ ബ്രെയിൻ പറയുന്നു, എടാ നിനക്കിത് പിടിച്ചാൽ കിട്ടില്ല, നിനക്കിത് മാനേജ് ചെയ്യാൻ പറ്റൂല, ഡോക്ടറെ അടുത്ത് പോകണം. ആരെയാണോ കിട്ടുന്നത് അവരെ വിളിച്ച് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്ത് വേദന വന്നാലും, ശരീരത്തിന് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ പറയും വേദന ഉണ്ട്. എന്നാൽ അഡിക്ഷൻ എന്ന രോഗത്തിന്റെ പ്രത്യേകത ഒരിക്കലും സ്വയം സമ്മതിക്കില്ല. കാരണം മനസ്സാണ് പറയേണ്ടത് അപകടമുണ്ടെന്ന്, ആ മനസ്സാണ് നഷ്ടപ്പെടുന്നത്. മനസ്സെല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ, എനിക്കൊരു കുഴപ്പമില്ല, കാരണം അതിന് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കണം. ഈ രോഗത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. 1 വർഷത്തിനുള്ളിൽ, 12 മാസത്തിനുള്ളിൽ അയാൾക്ക് അഡിക്ഷൻ ഉണർന്നിരിക്കുന്നു. പ്രതിരോധം പൂർണ്ണമായിട്ടും, വേണ്ട എന്ന് പറയാനുള്ള കഴിവിനെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അവരെ ചികിത്സ കൊടുത്തു കഴിഞ്ഞാലോ, 100 പേർക്ക് സിന്തറ്റിക് ഡ്രഗിന്റെ അടിമത്തത്തിന്, അഡിക്ഷന് ചികിത്സ കൊടുത്താൽ, പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി ഞാൻ പറയുന്നു, ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, പഠിച്ചോ തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിച്ച ചോദ്യമാണ്, സാർ എന്താ നമ്മൾ പറയേണ്ടത്, ഇവയുടെ അഡിക്ഷനെ കുറിച്ച് എന്താ പറയേണ്ടത്? 100 പേർക്ക് അഡിക്ഷൻ ഘട്ടത്തിൽ ചികിത്സ കൊടുത്താൽ 99 പേരും തിരിച്ചു പോകും, ഒരു സംശയവും വേണ്ട. 99 പേരും അഡിക്ഷൻ ഘട്ടത്തിലാണ് ചികിത്സ കൊടുക്കുന്നതെങ്കിൽ നേരത്തെ കണ്ടറിഞ്ഞു കൊടുത്താൽ രക്ഷപ്പെടും. അഡിക്ഷൻ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ 100-ൽ 99 പേരും തിരിച്ചു പോകും. പിന്നെ ഒരാളെ എങ്ങനെയാ? പടച്ചോലിൽ വിശ്വസിക്കുന്നവര്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ നമ്മള്. ആ കാരുണ്യത്തിനെ നമുക്ക് മറക്കാൻ പറ്റൂല. അങ്ങനെ ഒരു കാരുണ്യം അയാളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അത്രയ്ക്ക് നല്ല സൽക്കർമ്മങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ അത്രത്തോളം കുടുംബത്തോടും ഉമ്മയോടും ഉപ്പയോടും ഒക്കെ കടപ്പാട് ഉള്ളവനായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, പടച്ചോന്റെ ഒരു കൃപ, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അയാളിൽ എപ്പോഴും ഉണ്ടാവും. ആ അനുഗ്രഹം ആവോളുണ്ടെങ്കിൽ ഒരുപക്ഷെ 1-2 ആളുകൾ രക്ഷപ്പെടും. അതല്ലാതെ ശാസ്ത്രീയമായിട്ട്, ഇന്നത്തെ സയന്റിഫിക് ആയിട്ടുള്ള അറിവിന്റെ ബലത്തിൽ പറയുമ്പോൾ രക്ഷപ്പെടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ടെന്താ, പോവാതെ നോക്കണം നമ്മുടെ മക്കൾ ഇതിലേക്ക്. പ്രതിരോധം തീർക്കണം, അവരുടെ മനസ്സിന് പ്രതിരോധം തീർക്കണം. ലഹരി വിരുദ്ധത ഒരു സംസ്കാരമായിട്ട് ഉണ്ണുന്ന ഭക്ഷണത്തോടൊപ്പം ഊട്ടിക്കൊടുക്കേണ്ടതാണ്. ചെറുപ്രായം മുതൽ നമ്മുടെ വീടിനകത്ത് ചർച്ചകളാവണം. ഈ ചർച്ചകളിൽ ലഹരി വിരുദ്ധത സംസാരിക്കപ്പെടണം.
ഒരു വീഡിയോ ആയിട്ടോ ഒരു പത്രവാർത്തയായിട്ടോ നമ്മുടെ വീട്ടില് താമരശ്ശേരി സംഭവം പോലുള്ളവ 18, 19, 20, 21, 22 വയസ്സുള്ള കുട്ടികൾ ജയിലിൽ അകപ്പെടുന്നത് ഉൾപ്പെടെ സംസാരത്തിലേക്ക് വരണം. ഒരു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തണം. അവിടെ നമ്മളിത് ചർച്ച ചെയ്തേ പറ്റൂ, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ഒരേപോലെ കിടയിൽപ്പെടുന്നു. പെൺകുട്ടികൾ ധാരാളമായിട്ട് കിടയിൽപ്പെടുന്നു. സൗഹൃദവും പ്രണയവുമാണ് അതിനുള്ള വഴി. സൗഹൃദം, പ്രണയം. നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് സ്നേഹം. അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് നമ്മളോടാണ്. നമ്മൾ സ്നേഹം ആവോളം അവർക്ക് കൊടുക്കുന്നു, സ്നേഹത്തെ അവർ അനുഭവിക്കുന്നു, സ്നേഹത്തിന് അവർ വിലമതിക്കുന്നു. ആ സ്നേഹത്തിന്റെ പേരിൽ അവരോട് അടുത്തുകൂടുന്ന, പെൺകുട്ടികളോട് അടുത്തുകൂടുന്ന ഒരുപാട് ചെറുപ്പക്കാര് ഇന്ന് അവരുടെ മനസ്സിലെ ഉദ്ദേശം പ്രേമമോ സ്നേഹമോ പ്രണയമോ ഒന്നുമല്ല. ഇവരെത്രയും പെട്ടെന്ന് ലഹരിയുടെ വഴിയിലെത്തിക്കുക, ആ വഴിയിൽ പരമാവധി ചൂഷണം ചെയ്യുക. ലഹരി കടത്തുന്നതിനും ലഹരി ഉപയോഗിക്കുന്നതും ലഹരി ഉപയോഗിച്ച് അവരുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം തെറ്റുന്ന നിമിഷങ്ങളിൽ അവരെ എല്ലാ തരത്തിലും മിസ്യൂസ് ചെയ്യുക. ഇത് വെറുതെ പറയുന്നതല്ല. ഞാനൊരു ഡിപ്പാർട്ട്മെന്റിൽ ഉത്തരവാദിത്തത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പറഞ്ഞ കാര്യങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം എൻ്റെ അടുത്തുണ്ട്. ഒരുപാട് മക്കൾ, ഒരുപാട് പെൺകുട്ടികൾ. ഇവരൊന്നും ഇതിലേക്ക് പോവാതിരിക്കണമെങ്കിൽ വീട്ടിൽ നമ്മൾ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവണം. ഇതിന്റെ അപകടം എന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. 7 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിക്ക് ചോറ് ഉരുട്ടിക്കൊടുക്കുന്ന സമയത്ത് താമരശ്ശേരി സംഭവം പോലുള്ള സംഭവങ്ങൾ പത്രത്തിൽ കണ്ടാല് ഉമ്മ അവനോട് സംസാരിക്കണം. നോക്കുമോനെ, ഈ ഏട്ടൻ ഉമ്മയെ ചെയ്തത്, ആ ഉമ്മ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവും ആ ഏട്ടനെ. ഇതുപോലെ ചോറ് ഉരുട്ടി കൊടുത്തിട്ടുണ്ടാവില്ലേ ആ ഏട്ടന് മോനെ അച്ഛൻ ഉമ്മ തരും പോലെ. ഇന്ന് ആ ഏട്ടൻ, ആ ഇക്ക ഉമ്മയെ കൊന്നു. എന്താ കാരണം? ലഹരിയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ഞാൻ ഈ സംഭവം കണ്ടപ്പോ ശരി ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിന്റെ പിന്നിൽ മറ്റു പല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഇവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാവും. ചെറുപ്പത്തിലെ ഇവനെ ഉപേക്ഷിച്ചു പോയതോ ഉമ്മയായിരിക്കും, അല്ലെങ്കിൽ ഇവന് കുറച്ച് കടുപ്പമുള്ള കയ്പുള്ള അനുഭവങ്ങൾ സമ്മാനിച്ച സ്നേഹമില്ലാത്തൊരു ഉമ്മയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിറ്റേന്ന് പത്രം കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആ ഉമ്മയും മോനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ എത്ര സ്നേഹത്തിലാണ് കഴിഞ്ഞതെന്ന്. ഉമ്മയും മകനും ഒരുപാട് ചേർച്ചയോടുകൂടി നിൽക്കുന്നു. 4-5 വർഷം കഴിഞ്ഞ് ലഹരിയുടെ വഴിയിലെത്തിയപ്പോൾ ആ ഉമ്മയെ തന്നെയാണ് അവൻ വെട്ടിക്കൊന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. വളരെ ഗൗരവത്തോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരിക്കുന്നു ലഹരിയുടെ വിഷയം. മക്കള് ലഹരി ഉപയോഗിക്കുന്നത് നേരത്തെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ അപകടം ആ കാര്യത്തിലാണ്. മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു മുക്കാൽ മീറ്റർ ഇപ്പുറത്തെ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇയാൾ മദ്യം ഉപയോഗിച്ചു എന്നുള്ളത് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും. പുകയില ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വായുടെ നാറ്റം ഉണ്ടാകും. എന്നാൽ ഇന്നത്തെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാലോ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സ്മെല്ലോ മാറ്റം ഉണ്ടാകുന്നില്ല. മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മദ്യം ഡിപ്രസന്റ് ആണ്. കാലിന് ഒരാട്ടം, കാല് നേരെ നിൽക്കാതിരിക്കുക, സംസാരിക്കുമ്പോ വാക്കുകൾ ശരിക്കും പുറത്തേക്ക് വരാതിരിക്കുക, ജഡ്ജ്മെന്റ് തരുന്നത് കൊണ്ട് തന്നെ കൈകൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എത്താതിരിക്കുക. അതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു കണ്ണുകളിൽ ഏറ്റവും പെട്ടെന്ന് മാറ്റം വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു മദ്യപിച്ചിട്ടുണ്ട്. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നോ മറ്റോ സിഗരറ്റിന്റെ പൊടികൾ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവ ഡിപ്രസന്റ് അല്ല, സ്റ്റിമുലൻസും ഹാലുസിനോയിഡ്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിച്ചു എന്നുള്ളത് തുടക്കത്തിൽ കണ്ടെത്താൻ വളരെ പ്രയാസാണ്. അടയാളങ്ങളൊന്നുമില്ല. പലപ്പോഴും നമുക്ക് തോന്നും ഇത് ഉപയോഗിച്ചു തുടങ്ങിയപ്പോ ഇവരൊന്ന് ഉഷാറായി. ചില രക്ഷിതാക്കളൊക്കെ പറയും അവന്റെ പഴയ കമ്പനി ആയപ്പോ മോശമായിരുന്നു, ഇപ്പൊ കുറച്ച് പുതിയ കമ്പനി വന്നിരിക്കുന്നത് നല്ല പയ്യന്മാരാണ്, ഓൻ നല്ല എഫക്റ്റീവാണ്, നല്ല എനർജിയാണ്. ഓൻ ടറഫ് പോകുന്നത്, ഓൻ വൈകുന്നേരം പിന്നെ ജിമ്മ് പോകുന്നത്, ഫുൾ ടൈം രാത്രി വന്നിട്ട് TV കാണുന്നത്, ആളാകെ ഉറക്കം തൂങ്ങലൊക്കെ പോയി ഉഷാറായി പോയി.
ശ്രദ്ധിക്കണം. വല്ലാതെ ഉഷാറ് കൂടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ പറയുന്ന ലഹരി പദാർത്ഥത്തിൽ തുടക്കത്തിൽ സ്റ്റിമുലേഷനാണ് കൊടുക്കുക, ഉഷാറ് കൂട്ടുക ചെയ്യുക. ആ ഉഷാറ് കൂട്ടുന്നത് പണ്ട് നമ്മള് വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത്, ട്രാൻസ്ഫോമറുകളൊന്നും ഉത്തര വരാത്ത സമയത്ത് വോൾട്ടേജ് കുറയുന്ന നേരം നമ്മുടെ ബൾബുകൾ, പഴയ ബൾബുകളൊക്കെ പഴയ ആൾക്കാർക്ക് അറിയാം, അങ്ങനെ മിന്നി കത്തും. 230 വോൾട്ട് വരുന്നിടത്ത് അത്ര വരാത്തപ്പോ അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു സൂത്രപ്പണി ഉണ്ട്. 110 വോൾട്ടിന്റെ ബൾബ് വാങ്ങിയിടും. 100 110, 100 വാട്ട് 110 വോൾട്ട് എന്നൊക്കെ പറഞ്ഞ 60 110 എന്നൊക്കെ പറഞ്ഞ ബൾബ് ഉണ്ടായിരുന്നു. ഇത് വാങ്ങിയിടുന്നേരം നല്ല കത്തല. 2 ദിവസം കഴിഞ്ഞ ഒരു ദിവസം എന്ത് ചെയ്യും, ഈ ബൾബ് അങ്ങ് പെട്ടെന്ന് ഫ്യൂസായി പോകും. ഫിലമെന്റ് അത്രത്തോളം നേർത്തതായിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്. ഇവരുടെ നാഡികളിലൂടെ പ്രവഹിക്കേണ്ട രാസവസ്തുക്കളുടെ, കെമിക്കലിന്റെ ഒരു കണക്കുണ്ട്. പടച്ചോൻ, ദൈവം, സ്രഷ്ടാവ് ഡിസൈൻ ചെയ്തു വെച്ചൊരു രൂപം. ആ ഡിസൈൻ ചെയ്തു വെച്ച രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായ അളവില് ഈ കെമിക്കലുകൾ ഈ കുട്ടിയുടെ, ഈ ചെറുപ്പക്കാരന്റെ, ഈ വ്യക്തിയുടെ ബ്രെയിനിൽ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ആ ബ്രെയിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്, അതിന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. സ്വാഭാവികമായിട്ടും ആ ന്യൂറോണുകൾ, ആ നാഡികൾ അവിടെ ബ്രേക്ക് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് താറുമാറാകപ്പെടും. അതിലൂടെയുള്ള രാസസന്തുലനം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? പിന്നെ ആദ്യമുള്ളത് തീരെ ഇല്ലാതാവും. അച്ഛനെയും അമ്മയെയും ഉമ്മയെയും വാപ്പയെയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിലൊരു രാസപ്രവാഹമുണ്ട്. അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്ക് വിപരീതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടേതായ രീതിയിൽ ചില കെമിക്കൽസ് അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഹറാം എന്ന് പറഞ്ഞതിനെ വിലക്കിയിരുന്നത്. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല. ഞാനീ പറയുന്നതും അതിനപ്പുറം അറിയുന്നവരാണ് പ്രവാചകൻ. പക്ഷെ എന്തുകൊണ്ട് അന്നത്തെ സമൂഹത്തോട് ഇത്തരം സയൻസ് വെച്ച് പറഞ്ഞില്ല, ഇത്ര ശാസ്ത്രീയമായി പറഞ്ഞില്ല? വളരെ സിമ്പിളാണ്. കാരണം അന്ന് അദ്ദേഹത്തിന് പറയാനുള്ള ആളുകളിൽ അത്രത്തോളം അവബോധം ഉണർന്നിരുന്നില്ല. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വായിക്കാനും പഠിക്കാനും എഴുതാനും ഒക്കെ അറിയുന്ന ഒരു കൂട്ടം ശാസ്ത്രാവബോധമുള്ള ആളുകളോടാണ്. ആ ശാസ്ത്രാവബോധമുള്ള കുട്ടികളോട്, നമ്മുടെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ, അരുതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്, എന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നത് നമ്മൾ ശീലമാക്കിയിരിക്കുന്നു. പണ്ടത്തെ കാലത്ത് നമ്മളൊരു സ്ഥലത്തേക്ക് വൈകുന്നേരം കളിക്കാൻ പോട്ടെ, അച്ഛാ ഞാൻ വൈകുന്നേരം കളിക്കാൻ പോട്ടെ, അല്ലെങ്കിൽ അവിടെ പോട്ടെ ഇവിടെ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കേ ഉള്ളൂ, വേണ്ട, ഈ പോണ്ട, ഇന്ന് പോണ്ട. ഞാൻ അമ്മോന്റെ അടയ്ക്ക് പോട്ടെ, അമ്മേന്റെ വീട്ടിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചാൽ വരെ പറയും ഇന്ന് പോണ്ടെന്ന് പറയും. അതെന്താ അന്ന് പോയാല്, അല്ലെങ്കിൽ അച്ഛാ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് അന്ന് ചോദിക്കാൻ കഴിയില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇപ്പൊ എന്നോട് ചോദിക്കായിരുന്നു, എന്താ ഉപ്പ അങ്ങനെ പറഞ്ഞത് ചോദിക്കാറുണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ചോദിക്കാറില്ല. ഇന്ന് മക്കൾ ചോദിക്കുന്നില്ല, എന്താ അങ്ങനെ പറഞ്ഞത്, അതെന്താ അങ്ങനെ. ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവര് പറയും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും നമുക്കില്ല. അവരെവിടുന്ന് അറിവ് സ്വീകരിക്കും? അവർക്ക് എവിടുന്നാണോ കിട്ടുന്നത് അവിടുന്ന് സ്വീകരിക്കും. നേരത്തെ പറഞ്ഞു ആത്മാവിന് ഭക്ഷണം കൊടുക്കണം ഇല്ലേ? ഭക്ഷണം വേണം ആത്മാവിന്. അറിവാണ് ഭക്ഷണം. ഈ ഭൂമിയിൽ നമ്മൾ നേടുന്ന അറിവുകളാണ് ആത്മാവിന്റെ ഭക്ഷണം. ഈ ആത്മാവിന്റെ ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടിയാൽ നമ്മൾ നല്ലത് കഴിക്കും. വിശക്കുന്നവന് നല്ല ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ കിട്ടുന്നത് കഴിക്കും. നമ്മൾ കൊടുക്കുന്നത് മോശമാവുമ്പോൾ കൊടുക്കാൻ ആൾക്കാർ പുറത്ത് നിൽക്കുക. എടാ, കഞ്ചാവ് നാച്ചുറലാണ്, ഇത് ഉപയോഗിച്ചാൽ ടെൻഷൻ കുറയും, വൈബാകും, പരീക്ഷയ്ക്ക് പഠിച്ചതൊക്കെ മനസ്സിൽ ഓർമ്മ നിൽക്കും. ഓർമ്മ നിൽക്കില്ല, നശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇപ്പുറത്തില്ലെങ്കിൽ അവൻ ആ അറിവിനെ സ്വീകരിക്കും. കഞ്ചാവ് നാച്ചുറലാണ് എന്ന് പറയുമ്പോ നാച്ചുറലായ എല്ലാതും മനുഷ്യനുള്ളതല്ല. നാച്ചുറലായിട്ടുള്ള ഉമ്മത്തങ്കായ മനുഷ്യൻ ഉപയോഗിക്കുന്നില്ല, അത് വിഷമാണ്. അതേപോലെ ചേരു പോലുള്ള സാധനങ്ങള് വിഷമാണ് എന്ന് പറയാൻ ഇപ്പുറത്ത് നമുക്ക് സാധിക്കണം. നോക്കുമോനെ, ആടും പശുവും പോലും, ആടും പശുവും, നമ്മൾ ആടുമാടുകളെ ഇലയും പുല്ലും നിന്ന് ജീവിക്കുന്നവയാണ്, നാച്ചുറലായ സാധനങ്ങളാണ് തിന്നുന്നത്. അവ പോലും ചില ഇലയും പുല്ലും ഒഴിവാക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. എടാ, ഇതൊരൽപ്പം അടിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കുറയുമെന്ന് പറയുമ്പോ ടെൻഷൻ കുറയുകയല്ല, നിന്റെ ടെൻഷന് കാരണമായ സാഹചര്യത്തെ താൽക്കാലികമായി മറക്കുകയാണ്. നീ ഇതും അടിച്ചിവിടെ കിടക്കുമ്പോൾ ആ ടെൻഷന്റെ കാരണം അവിടെ തന്നെ നിൽക്കുന്നു. ആ ടെൻഷൻ പോകണമെങ്കിൽ ആ കാരണം അല്ലാതാവണം, അതിന് നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ ടെൻഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയേ ഉള്ളൂ.
എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവര് കിട്ടിയ അറിവിനെ സ്വീകരിക്കും, കിട്ടിയ ഭക്ഷണം കഴിക്കും, ആത്മാവ് കിട്ടിയ ഭക്ഷണം കഴിക്കും. അവിടെയാണ് ഇതുപോലുള്ള സത്സംഗങ്ങളുടെ പ്രാധാന്യം. ഇതുപോലുള്ള നല്ല കൂട്ടായ്മകൾ, ഇതുപോലുള്ള പ്രഭാഷകരൊക്കെ അവിടെ വന്ന് നല്ല വാക്കുകൾ നമ്മുടെ മക്കൾ കേട്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനുള്ള പ്രാധാന്യം ഉണ്ടാവുന്നത് അവിടെയാണ്. അവരെ കൂടെ കൊണ്ടു നടക്കണം. ഇപ്പൊ ചോദിക്കുക, എവിടെ വരാനാ സാറേ? ഞാനൊക്കെ സാധാരണ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ റെസിഡൻസ് അസോസിയേഷന്റെ ആളുകളൊക്കെ പറയും, സാറേ ഞങ്ങൾ ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചത്, പക്ഷെ അവരാരും കിട്ടുന്നില്ല, വിളിച്ചിട്ട് വരുന്നില്ല. 16-17 വയസ്സുകാരനെ റെസിഡൻസിന്റെ പരിപാടിക്ക് ഇതുപോലൊരു സംഗമത്തിന് വിളിച്ച് വാടാ, ഒരു ക്ലാസ് ഉണ്ട്, അത് കേൾക്കാൻ മിണ്ടാതിരിക്കും, ഞാനിപ്പോ വരുന്നില്ല. അതെന്താ അങ്ങനെ വരുന്നത്? നമ്മുടെ മക്കളെ വിളിച്ചാൽ കിട്ടാത്തത്? എപ്പോഴോ വിളി നിന്നു പോയതാ. 2 വയസ്സ് 3 വയസ്സുള്ളപ്പോ എന്തിഷ്ടാണ് നമുക്ക് ബുള്ളറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിന്റെ ഒക്കെ മുന്നിൽ ടാങ്കിന്റെ മുകളിൽ ഇരുത്തിയിട്ട് 2-3 വയസ്സുള്ള കുട്ടികളെയും കൊണ്ട് ഉപ്പയമ്മ ഇങ്ങനെ, അല്ലെങ്കിൽ ഉപ്പയ്ക്ക് ഇറങ്ങുക, അച്ഛൻ ഇറങ്ങുക, ഭയങ്കര സന്തോഷമായി ഇവനെയും കൊണ്ട് നടക്കായി. 3 വയസ്സായി 4 വയസ്സായി കൊണ്ടുപോകും, 6 വയസ്സ് 7 വയസ്സായി വൈകുന്നേരം പീടിയിലേക്ക് പോകുക, എന്തോ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു ഉമ്മ. അത് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് പിന്നാലെ അച്ഛാ അപ്പാ ഞാനും വരുന്നത് ഉണ്ടായിരിക്കും, വരുന്നു വേണ്ട ആടിരുന്നോ. 7ാം ക്ലാസ് 7 വയസ്സായി 8 വയസ്സായി 9 വയസ്സായി കുട്ടിയെ ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു പാരന്റിങ്ങിന്റെ ക്ലാസ്. ഇവൻ സ്വാഭാവികമായിട്ടും ആ അടുപ്പം ഇല്ലാതാക്കിയതിനിടയ്ക്കാണ് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്നതിനിടയിൽ കുറച്ച് വിരുദ്ധക്കേടും വികൃതിയും ഒക്കെ ഉണ്ട്, നമുക്ക് തന്നെ സംശയം തോന്നുന്നുണ്ട്. അപ്പോഴാണ് പാരന്റിങ്ങിന്റെ ക്ലാസ് വന്നത്. ആ ക്ലാസ്സിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ദിവസവും ഹഗ് ചെയ്യണം, കാരണം ഇതിന്റെ സ്മെല്ല് ഉമ്മമാർക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പൊക്ക് അത്ര കിട്ടിയിട്ടില്ലെങ്കിലും കുട്ടിയുടെ വിയർപ്പിന്റെ ഗന്ധത്തിൽ നിന്ന്, അവന്റെ പെരുമാറ്റത്തിലുള്ള ചെറിയ മാറ്റങ്ങളിൽ നിന്ന് ഉമ്മമാർക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അതിന്റെ മാർഗവും ബിഹേവിയർ ഡീവിയേഷൻ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് അമ്മമാരാണ്, ഉമ്മമാരാണ്. മനസ്സിലാക്കിയാൽ പോരാ, അത് ഉമ്മ എന്ത് ചെയ്യണം? ഉപ്പനോട് പറയുകയും വേണം. ചെറിയ കുഴപ്പമല്ലേ, രാവിലെ പോകുന്ന അല്ലെങ്കിൽ ഗൾഫിലുള്ള ഉപ്പ വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഭർത്താവ് വരുന്നുണ്ട്, ചെക്കൻ്റെ അടുത്ത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞാൽ ഇപ്പൊ എന്തായിരിക്കും സ്ഥിതി? മൂപ്പരിപ്പോ ഇവിടുന്ന് കുടാൾ എടുക്കൂലേ, അതുകൊണ്ട് അടക്കട്ടെ, അവനോട് ഞാൻ പറയാ പാടില്ല. കുഴപ്പം നിർബന്ധമായിട്ടും നിങ്ങൾക്കാണത് ആദ്യം കിട്ടുക, ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കതറിയാം. അത് കിട്ടിക്കഴിഞ്ഞാല് അവന്റെ മുന്നിൽ വെച്ചിട്ടല്ല, സ്വകാര്യമായിട്ട് രണ്ടുപേരോട് ഇത് ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെ കാണുന്നുണ്ട്, അപ്പൊ അയാൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. പുറത്തുള്ള അവന്റെ കാഴ്ചകളെ, പുറത്തുള്ള അവന്റെ കൂട്ടുകെട്ടുകളെ കുറിച്ച് രഹസ്യമായി അന്വേഷിക്കാൻ പറ്റും. ഇനി ഉപ്പമാരോടൊരു വാക്ക്, മക്കളെടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് കാണുമ്പോഴേക്ക് കുടലെടുക്കാൻ പോകേണ്ട കാര്യമല്ല. ഉടനെ തന്നെ കലിതുള്ളി എന്റെ കുഴപ്പമാണ്, ഈ വളർത്തിയതിന്റെ ദോഷമാണ്, ഇയല്ലേ ഇതിന്റെ ആള് എന്ന് ചോദിച്ച് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പോകണ്ട. വളരെ ശാന്തമായിട്ട് സ്നേഹമായിട്ട് രണ്ടുപേരുടെ ചർച്ച ചെയ്ത് നമ്മളെ മക്കളോട്, കുട്ടികളല്ലേ തെറ്റു പറ്റും, ആ തെറ്റിനെ തിരുത്താനാണ് ഞാൻ, ആ തെറ്റിനെ തിരുത്തലാണ് ഞങ്ങളുടെ പണിയെന്ന് മനസ്സിലാക്കിയിട്ട് ശാന്തമായി ആ വിഷയത്തെ നേരിടുക. അങ്ങനെ നേരിടുന്ന സമയത്ത് നമുക്കതിനെ കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം കാണാൻ പറ്റും. അപ്പോ എന്താ ചെയ്യുന്നത്? ഹഗ് ചെയ്യണം എന്ന് പറയൂലേ. അപ്പൊ ഇന്നലെ വരെ അതൊക്കെ മറന്നുപോയി. ഇന്നിപ്പോ പാരന്റിങ്ങിന്റെ ക്ലാസ് കഴിഞ്ഞ് വന്ന് അമ്മ അന്ന് വിചാരിച്ചു മോനെ ഒന്ന് ചേർത്ത് പിടിക്കാന്ന്. ഈ ചേർത്ത് പിടിക്കൽ കണ്ടാൽ നമ്മളെ മക്കൾക്കറിയാ അമ്മ ഇന്ന് ക്ലാസ്സിന് പോയിട്ടുണ്ട്, ക്ലാസ് കിട്ടിയ കാര്യമാണ്. അങ്ങനെയല്ല, ഒരു സമയത്തും നമ്മളിത് ഇടതടവില്ലാത്ത രീതിയിൽ നമ്മുടെ മക്കളോട് ചേർന്ന് നിൽക്കണം. ദിവസം അവരെ അടുത്ത് പിടിച്ചിരുത്തി 10 മിനിറ്റ് സംസാരിക്കണം, 10-15 മിനിറ്റ് അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കണം. അവന്റെ കൈകളിൽ പിടിച്ച്, അവരുടെ കൈകളിൽ പിടിച്ച് തൊട്ടും തലോടിയും സ്നേഹിച്ചും ആ സ്നേഹത്തിന്റെ ഹോർമോണ് അവനിൽ ഉണ്ടാക്കുമ്പോൾ അവൻ ആ കുടുംബത്തോട്, ഉപ്പയോട് ഉമ്മയോടൊക്കെ അങ്ങനെ ചേർന്ന് നിൽക്കുക ചെയ്യുക. അത് രക്ഷിതാക്കൾ രണ്ടുപേരും ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ 18 വയസ്സായിട്ട് അവരെ നിയന്ത്രിക്കാൻ പോയിട്ട് കാര്യമല്ല. നമ്മളൊരു ഇതുണ്ട്, ഒരു 10-20 കിലോ തൂക്കമുള്ള, അല്ലെങ്കിൽ 10-25 കിലോ തൂക്കമുള്ള കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ആട്, കയ്യിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് തോള് വെക്കാം, ഒരു 10-25 കിലോ എടുത്ത് അതിനെ എടുത്തിട്ട് ഒരു അരമണിക്കൂർ നടക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. ആ ആടിനെ എടുത്തുകൊണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ നടക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മളെ കുട്ടികളെ കൊണ്ട് പറഞ്ഞ മാതിരി നമ്മളെ പിടുത്തത് കിട്ടൂല, നമുക്ക് കൂട്ടിയാൽ കൂടൂല. എന്നാൽ അതിനൊരു വിദ്യ പറയുന്നത്, അങ്ങനെ നമുക്കൊരു 25 കിലോ ഉള്ള ആടിനെ എടുത്തിട്ട് അരമണിക്കൂർ നടക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ആട് ജനിച്ചെന്ന് പിറന്നെന്ന് അതിനെ എടുത്തിട്ട് അരമണിക്കൂർ നടക്കണം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചേക്കും. പിറ്റേന്ന് മറക്കരുത്, പിറ്റേന്നും അതിനെടുത്തിട്ട് അരമണിക്കൂർ നടക്കണം. അതിന്റെ
അതിനനുസരിച്ച് നമുക്ക് എടുത്ത് നടക്കാനുള്ള നമ്മുടെ സ്റ്റാമിന കൂടെ. ഇവിടെ ജിമ്മിൽ പോകുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും, ചോദിച്ചറിയാം. ജിമ്മിൽ എങ്ങനെയാ? ആദ്യത്തെ ദിവസം തന്നെ 150 കിലോ എടുത്ത് ബുക്കാണോ ചെയ്യുക? ആദ്യം തുടങ്ങി 50 25 ഒക്കെ അല്ലേ? പിന്നെ കുറേശ്ശെ നമ്മൾ കൂട്ടിയെടുക്കുക. നിത്യാഭ്യാസി ആനയെ എടുക്കുന്ന കേട്ടിട്ടില്ലേ? ഇവിടെതാണ് നമ്മുടെ മക്കളെ കാര്യത്തിൽ ചെയ്യേണ്ടത്. ഒരു ദിവസം ഇതങ്ങ് വിട്ടുപോകരുത്. ഒരു ദിവസം ഇവരിൽ നിന്ന് മാറി നിന്നിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷെ നമുക്ക് പൊങ്ങൂല, ഇവരുടെ മനസ്സിനെ നമുക്ക് പിടുത്തത്തിൽ കിട്ടൂല. ഒരു ദിവസവും ഒഴിവില്ലാതെ നമ്മൾ മക്കളോട് ചേർന്ന് നിൽക്കണം. അതേപോലെ വേറെ പറയും, ബാഗ് പരിശോധിക്കുക. ബാഗൊന്നും പരിശോധിക്കരുത്. പരിശോധിക്കാൻ നിങ്ങൾ അവന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പേരൻസ് അല്ലേ, അല്ലാതെ നിങ്ങൾ അവന്റെ പോലീസുകാരനോ എക്സൈസുകാരനോ ഒക്കെയാണ് ചെക്ക് ചെയ്യാൻ. പക്ഷെ അറിയണ്ടേ, അടുത്തറിയണം. പരിശോധിക്കുകയല്ലേ വേണ്ടത്. ഒരു കാലത്തും ഒഴിവില്ലാത്ത വിധം സ്വന്തം മക്കളുടെ പഠനമുറി, അവന്റെ പുസ്തകം, അവന്റെ ബാഗ്, അവന്റെ ചെരുപ്പ്, ഇതൊക്കെ നമ്മൾ അടുത്തറിയണം. അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതെവിടെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് അറിഞ്ഞും അറിയാതെയും നമ്മളത് നോക്കിക്കൊണ്ടേയിരിക്കണം. ബാഗൊക്കെ ഇടയ്ക്കെടുത്ത് നമ്മൾ വാഷ് ചെയ്യണം. അത് ആദ്യം പറഞ്ഞിട്ടാവരുത്. ഒരു ദിവസം എടുത്തിട്ട് വാഷ് ചെയ്യാനിടുക. അത് നമുക്കെല്ലാം നോക്കാം, അറിയാതെ നമ്മളെ കണ്ണുകളിലേക്ക് എത്തും. അവൻ്റെ അടുത്ത് പോയി ഇരിക്കണം. ഒന്നും മനസ്സിലാവില്ല. അവൻ ഇംഗ്ലീഷ് വായിക്കുന്നതും ഹിന്ദി വായിക്കുന്നതും പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുന്നില്ല. അവൻ ഫിസിക്സ് പഠിക്കുന്നതും കെമിസ്ട്രി പഠിക്കുന്നതും നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുണ്ടാവില്ല. പക്ഷെ ഒന്ന് കയറിയല്ലോ, മോൻ എൻ്റെ മോനാണ്, ഓൻ പഠിക്കുകയാണ്, ഓൻ വായിക്കുകയാണ്, എനിക്കറിയാത്തത് ഓൻ പഠിക്കുന്നുണ്ട് എന്നൊരു സന്തോഷത്തോട് കൂടിയിട്ട് അടുത്തിരിക്കുക. അമ്മ എടുത്തിരിക്കുമ്പോ അവന്, ഉമ്മ എടുത്തിരിക്കുമ്പോ അവനൊരു സന്തോഷമുണ്ട്. എൻ്റെ ഈ കാര്യത്തിൽ ഉമ്മയും തുല്യമായിട്ട് പങ്കുവഹിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ മക്കളെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. കുടുംബത്തോട്, സമൂഹത്തോട്, സംസ്കാരത്തോട്, വിശ്വാസത്തോട്, എല്ലാറ്റിനോടും ചേർത്ത് നിർത്തുക. ഈ ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, മക്കളെ അടിക്കരുത്, ചീത്ത ഒക്കെ വേണം, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം, എന്നിട്ട് മനസ്സിലാക്കി കൊടുക്കണം എന്തിനാണ് വഴക്ക് പറഞ്ഞത് എന്ന്. അടിക്കേണ്ടടുത്ത് ഒരു അടി കൊടുക്കണം, എന്തിനടിച്ചു എന്ന് അവന് ബോധ്യം ഉണ്ടാവണം. എല്ലാം വേണം. സ്നേഹിക്കലും ഉപദേശിക്കലും ശകാരിക്കലും അടിക്കലും ഇതൊക്കെ ചേർത്ത് നിർത്തലിന്റെ ഭാഗമാണ്. കുടുംബത്തോട് ചേർത്ത് നിൽക്കുന്ന, ഉപ്പയോടും ഉമ്മയോടും ചേർന്ന് നിൽക്കുന്ന, സ്നേഹിച്ച് നിൽക്കുന്ന ഒരു കുട്ടി ഒരു കാരണവശാലും ഈ വഴിക്ക് പോകില്ല. ഞാൻ വാക്ക് തരുന്നു. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ സ്നേഹത്തോട്, നിങ്ങളുടെ സംസ്കാരത്തോട്, നിങ്ങളുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, അകന്ന് നിന്ന് കാണുകയല്ല, ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു ലഹരിയുടെ വഴിയിലേക്കും പോകില്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനു പകരം നമ്മൾ ചില മാറ്റങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വരുത്താതെ നമ്മൾ കുട്ടികളെ മുഴുവൻ കുറ്റം പറഞ്ഞങ്ങോട്ട് പോവുക. ഇപ്പോഴത്തെ മക്കൾ എങ്ങനെയാണ്, മക്കൾ എന്താണ് ഇങ്ങനെ, മക്കൾ അങ്ങനെയായതല്ല, പഴയ അതേ ബയോളജിക്കൽ ഫീച്ചേഴ്സോട് കൂടി നിങ്ങളുടെയും എന്റെയും തലച്ചോറ് ഏത് രൂപത്തിലാണോ രൂപപ്പെട്ടത്, ഏത് രൂപത്തിലാണോ വളർന്നത്, അതിലെ ന്യൂറോണുകൾ ഏത് രീതിയിലാണോ മാറിയത്, അതിലെ രാസപ്രവാഹം ഏത് തരത്തിലുള്ളതാണ്, അതേ രീതിയിൽ തന്നെയാണ് ഏറിയും കുറഞ്ഞും ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ നമ്മുടെ മക്കളുടെ തലച്ചോറിലും ഉണ്ടായത്. പക്ഷെ അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, അവർ കാണുന്ന കാഴ്ചകൾ, അവരുടെ ചുറ്റുപാടുകൾ മാറിയിരിക്കുന്നു. ആ ചുറ്റുപാടുകളിൽ നിന്ന് അവർ പിടിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവർ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സിനിമകളിൽ നിന്നും മൊബൈലിൽ നിന്നും ടിവിയിൽ നിന്നും ഒക്കെ അവർക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ അവർ പിടിച്ചെടുക്കുന്നു, അത് റിക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ചെറിയൊരു മാറ്റം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ വരുത്തേണ്ടതിനെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വസ്തു വളരെ ഉപയോഗമുള്ള സാധനമാണ്. പക്ഷെ ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടി വീട്ടിൽ ലൈവായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഉപ്പയും ഉമ്മയും ഈ സാധനത്തിൽ ലൈവായിരിക്കരുത്. ഫോൺ എടുത്ത് ചെയ്യരുത് നല്ല പറഞ്ഞത്. അത്യാവശ്യം വരുന്നൊരു മെസ്സേജ് വായിച്ചു നോക്കരുത് നല്ല പറയുന്നത്. ബിസിനസ് സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ വരുന്ന ഒരു മെസ്സേജ് വായിക്കരുത് നല്ല പറഞ്ഞത്. 10ാം ക്ലാസ്സിലെ ബാച്ച്, പ്രീ ഡിഗ്രീന്റെ ബാച്ച്, 7ാം ക്ലാസ്സിലെ ബാച്ച്, 4ാം ക്ലാസ്സിലെ ബാച്ച്, ഇല്ലേ, എത്ര ബാച്ചുകളാണുള്ളത്. ഇതിലൊക്കെ ഉണ്ടാക്കുന്ന പഴംപൊരി, അതിലുണ്ടാക്കുന്ന ടൂറ്, ഇതൊക്കെ വേണ്ടേ? എല്ലാം വേണം. പക്ഷെ കുട്ടികൾ വീട്ടിൽ ലൈവായിരിക്കുന്ന സമയത്ത് ഉണ്ടാവും. ഇന്നലെ രാമനാട്ടുകര ഒരു മാതൃസംഗമത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു അമ്മ എണീറ്റെന്ന് ചോദിച്ചു. സ്വന്തം മുന്നിലുണ്ട്, 3-4 വയസ്സുള്ള. എന്നോട് പറഞ്ഞു, സാറേ
ഇവനെ മൊബൈൽ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറ്റാൻ എന്താ ചെയ്യുക? കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് ആണ് കേട്ടോ. ഇപ്പൊ മോനടുത്ത് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഭാഗ്യവതി. ഒരുപാട് കഴിവുന്ന ഞാൻ പറയും, ഒരുപാട് കഴിവ്. അതിനെ ചാനലൈസ് ചെയ്യാൻ നമുക്ക് അറിയൂല എന്നുള്ളത്. പഠിച്ചവൻ ഒരുപാട് കഴിവ് കൊടുക്കുക, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ, മറ്റുള്ള കുട്ടികൾ മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു മൊബൈൽ എപ്പോഴാണ് ഉപയോഗിക്കുക? എപ്പോഴും വേണം, ഇല്ലെങ്കിൽ ശാഠ്യം പിടിക്കും. ഞാൻ ചോദിച്ചു അവൻ പന്ത് കളിക്കാറുണ്ടോ? അവന്റെ കൂടെ ബോൾ കളിക്കാറുണ്ടോ? ഇപ്പൊ പറഞ്ഞു അവന്റെ അച്ഛൻ കളിക്കുന്നു. ഞാൻ പറഞ്ഞു അച്ഛൻ മാത്രമേ കളിക്കൂ, നിങ്ങൾ കളിക്കൂലേ? ഇല്ല, ഞാൻ കളിക്കൂല. തൊട്ടടുത്ത് അവൻ ഇരിക്കുന്നുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു മോന് പന്താണോ മൊബൈലാണോ ഇഷ്ടം? എടുത്തേ വഴിക്ക് പറഞ്ഞു ബോൾ. അവനിഷ്ടം ബോളാ. പക്ഷെ അവന് ഹൈപ്പർ ആയതുകൊണ്ട് എന്തുണ്ട്, അവന്റെ കൂടെ കളിക്കണം, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം. കളിക്കാൻ ആരെങ്കിലും കിട്ടണം. എപ്പോഴും വേണ്ട, പരമാവധി സമയം കളിച്ചൂടെ? ഞാൻ കളിക്കാനില്ല. മക്കൾക്ക് ഇഷ്ടം നമ്മുടെ കൂടെ കളിക്കാനും ചിരിക്കാനും ഡാൻസ് ചെയ്യാനും പാടാനും ഒക്കെയാ ഇഷ്ടം. നമുക്ക് വെറുതെ തോന്നുകയാണ് അവർക്ക് മൊബൈലാണ് ഇഷ്ടം. നമ്മൾ കൊടുത്ത ശീലാണ് മൊബൈൽ, നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ശീലമാണ്. 6 വയസ്സിൽ ഏതെങ്കിലും കുട്ടി സ്വന്തമായിട്ട് മൈജി പോയി മൊബൈൽ വാങ്ങി വന്നിട്ടുണ്ടോ? ഇല്ലെന്നാ എന്റെ വിശ്വാസം. അതാരോ ഒന്ന് കൊണ്ട കൊടുത്തതല്ലേ അവന്, കൊടുത്തതല്ലേ അവന്, അവൻ എടുത്തതല്ലല്ലോ, അവന് കൊടുത്തതാ. ലോക്ക് തുറന്ന് കൊടുത്തതാ. ഇത് കണ്ടുപടി ഇരുന്നോന്ന് പറഞ്ഞതാ. മാറ്റണം, മാറ്റിയേ പറ്റൂ. ഇത് ഇത്രത്തോളം നിഷിദ്ധമാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോടില്ലേ? ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നമ്മൾ ഉപയോഗിച്ചു പോയി. ഒന്നും കാണാതെയല്ല ഇത് വേണ്ട എന്ന് പറഞ്ഞിരുന്നത്. ഇതൊക്കെ മോശമാണെന്ന് നമ്മളോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പ്രസ്താവിക്കുന്നില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. പല വേദികളിൽ നിങ്ങൾ കേട്ടതാണ്. പക്ഷെ അത്രയൊന്നും വേണ്ട. ഇനി നമുക്കിതിനെ മാറ്റാം. നമ്മൾ കൂടെ കൂട്ടിപ്പോയി. എനിക്ക് കുറച്ച് തിന്നാൻ കൊടുത്ത് കൊണ്ടു കിടക്കുക. പക്ഷെ അതൊരു വലിയ സംഭവമാക്കിയിട്ട് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇതാണ് ലോകം, ഇതിലൂടെയാണ് ലോകം ചരിക്കുന്നത്, ഇതിലാണ് എല്ലാം എന്നുള്ള ചിന്തയെ നമ്മൾ ഒഴിവാക്കിയെടുക്കുക. മക്കളെ ചേർത്ത് നിർത്തുക, ഒരു കുഴപ്പവും വരില്ല. അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുമ്പോൾ അവരെ കൂടെ കൂട്ടുക. വീട്ടിലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഭിപ്രായം അവരോട് ചോദിക്കുക. അവർ പറയുന്ന അഭിപ്രായം നമ്മളുടെ അഭിപ്രായം കൂടിയുള്ളത് അങ്ങ് ചെയ്യുക. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവനെ അംഗീകരിക്കുക. അവന് നമ്മളിൽ ഒരാളാണെന്നുള്ള തോന്നലുണ്ടാക്കുക. അവന്റെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക, അനാവശ്യങ്ങളല്ല. എനിക്ക് പെൻസിൽ കിട്ടാൻ പ്രയാസമായിരുന്നു. ഒരു പെൻസിൽ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പെന്ന് ചോദിച്ചിട്ട് അച്ഛൻ വാങ്ങി തന്നിട്ടില്ല, അതുകൊണ്ട് അവൻ ഒരു ഡസൻ പെന്ന്. അതല്ല പാരന്റിങ്. അവൻ ആവശ്യമുള്ളത് വാങ്ങിക്കും. എനിക്കില്ലാത്തത് മുഴുവൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല രക്ഷാകർത്തൃത്വം. ഞാൻ എങ്ങനെ ഇങ്ങനെയായി, എന്തുകൊണ്ട് എനിക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു, എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്ന് സ്വയം മനസ്സിലാക്കി അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുപോകുക. പണത്തിന്റെ മൂല്യം മനസ്സിലാക്കുക, അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാക്കുക. ഒരു അഭ്യർത്ഥന കൂടി ഞാൻ ഇതിനിടയിൽ കൂടെ ചെയ്യട്ടെ. ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരം കാണുന്നത് കൊണ്ട് 18 വയസ്സുള്ള ഒരു കുട്ടിയെയും മഗ്രിബിന് ശേഷം പുറത്തേക്ക് വിടാതിരിക്കുക. വിളക്ക് കത്തിച്ചതിന് ശേഷം പുറത്തേക്ക് വിടാതിരിക്കുക, ഒറ്റയ്ക്ക് വിടാതിരിക്കുക. നിങ്ങൾ കൂടെ പോകുക. അവന് രാത്രി കാഴ്ചകൾ കാണണമെങ്കിൽ കൂടെ നിങ്ങളും ഒരു ദിവസം അവധിയെടുത്ത് പോകുക. പെട്രോളിങ്ങിനിടയിൽ, ഇന്നും ഡ്യൂട്ടിയാണ് എനിക്ക്. പെട്രോളിങ്ങിനിടയിൽ ഇവരെ കാണുന്ന സമയത്ത് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചാൽ പറയുന്നത് ഫുഡ് കഴിക്കാൻ വന്നു, ജ്യൂസ് കുടിക്കാൻ വന്നു. എന്തൊക്കെ കാരണങ്ങളാ മക്കൾ പറയാന്നറിയുമോ? ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? ശരി, മോൻ ജ്യൂസ് കുടിച്ചോ, മോൻ ഫുഡ് കഴിച്ചോ എന്ന് പറയാൻ പറ്റും. ഈ സമയത്താണ് ഇവർ ഉണർന്നിരിക്കുന്നത്. ഇവർക്ക് ഏറ്റവും നല്ല സമയം, കള്ളന്മാർക്ക് ഏറ്റവും സമയം. നമ്മൾ പറയില്ലേ, വീട്ടിലൊരു ലൈറ്റ് ഇട്ട് വെച്ചാൽ കള്ളൻ വരില്ല. സത്യ, കള്ളൻ എപ്പോഴും അന്ധകാരം, ഇരുട്ട്, ആരും കാണാത്ത ഒരു കാഴ്ചയാണ് ഇഷ്ടം, സമയമാണ് ഇഷ്ടം. ആ സമയത്തെ നമ്മൾ കരുതുക. ആ സമയത്ത് കുട്ടികളെ സ്വന്തം പുറത്തു വിടാതിരിക്കുക, കൂട്ടുകാരോടൊപ്പം പുറത്തു വിടാതിരിക്കുക. ടർഫ് കോർട്ടുകൾ അവൻ പോയി കളിക്കട്ടെ, നിങ്ങളുടെ കണ്ണുകൾ അവിടെ ഉണ്ടാവണം. അപ്പോൾ മാത്രം വിട്ടാൽ മതി. 20, 21, 19, 20, 21 ആകുമ്പോൾ കുറേശ്ശെ പുറത്ത് വിടാം. പക്ഷെ ശ്രദ്ധ വേണം. മക്കളുടെ കയ്യിൽ ധാരാളം പണം വരുമ്പോൾ ആ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ, കിട്ടിയ പണത്തിന്റെ സോഴ്സിന്റെ കാര്യം പറയുന്ന സമയത്ത് അത് ശരിയാണോ നോക്കുക. നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത വിലപിടിപ്പുള്ള സാധനങ്ങൾ അവരുടെ കയ്യിൽ കണ്ടാൽ ശ്രദ്ധിക്കുക. അത് അവൻ എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കുക. അത് കൃത്യമായ വഴിയിലാണ് അവൻ ഉണ്ടാക്കിയതെന്ന് അന്വേഷിക്കുക. അപ്പൊ എൻ്റെ കൂട്ടുകാർ വളരെ പെട്ടെന്ന് മാറുമ്പോൾ, LKG പഠിക്കുമ്പോൾ കൂട്ടുകാരനെ അറിയാം, കൂട്ടുകാരൻ്റെ അമ്മയെ അറിയാം, അച്ഛനറിയാം, അമ്മാവനെ അറിയാം, വല്യച്ഛനറിയാം, എല്ലാം അറിയാം.
LP ക്ലാസ്സിലും ഏതാണ്ട് അറിയാം, UP ക്ലാസ്സിൽ എത്തുമ്പോൾ കൂട്ടുകാരന്റെ കുടുംബം എവിടെയാണെന്ന് അറിയാം, ഹൈസ്കൂൾ ക്ലാസ്സിൽ എത്തുമ്പോൾ ആ ഭാഗത്ത് എവിടെയാണെന്ന് അറിയാം, +2 എത്തുന്ന സമയത്ത് ആരാ അവന്റെ കമ്പനി എനിക്കറിയില്ല. അവന്റെ കൂട്ടുകാരെ അറിയണം, അവരുടെ കുടുംബത്തെ അറിയണം, ആ കുടുംബം നമ്മുടെ കുടുംബത്തിന്റെ സംസ്കാരത്തോട് ചേരുന്നതാണോ എന്നറിയണം, സംസ്കാരത്തോട് ചേരുന്നതാണോ എന്നറിയണം. അല്ലാത്ത കൂട്ടുകെട്ടുകളെ ശ്രദ്ധിക്കുക. ലഹരി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് ആ കൂട്ടുകാരനെങ്കിൽ വിലക്കാൻ പോവണ്ട, ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല കൂട്ടുകാരെ, പക്ഷെ അവരെ ശ്രദ്ധിക്കുക. വീടിനകത്ത് അവർ ഇടപെടുന്ന സമയത്ത് വല്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ, അഗ്രസീവായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണെന്ന് നോക്കുക. കൗമാരത്തിന്റെ പ്രശ്നങ്ങളാണോ എന്നുള്ളത് ഒരു പക്ഷേ സ്കൂൾ അധ്യാപകനോട് കൂടി സംസാരിച്ചാൽ കിട്ടും. സ്കൂളിലൊക്കെയാണ്, വീട്ടിലെത്തുമ്പോഴുള്ള പ്രശ്നം സാധാരണ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കച്ചറുണ്ടാക്കാരോടാണ്, ഉമ്മമാരോടാണ്. ഏത് പ്രായത്തില്? 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെ. അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. ഉമ്മമാരോട് ദേഷ്യം പിടിച്ച് സംസാരിക്കും, അത് അവരുടെ പക്വതക്കുറവിന്റെ ആ പ്രായത്തിന്റെ പ്രശ്നം. പക്ഷെ അത് സ്കൂളിൽ തുടരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് ലഹരി കൊണ്ട് മാത്രമല്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ തിരുത്താൻ തയ്യാറാണ്. നമ്മുടെ കുട്ടികൾ പഠനത്തിൽ വളരെ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബത്തോടുള്ള അറ്റാച്ച്മെന്റ്. രാത്രി വൈകി വരുന്ന ഉപ്പ, 8 മണിക്ക് വരുന്ന ഉപ്പ 8:30 വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ചോദിക്കുക, എന്താ ഉപ്പ വരാത്തത്, എന്താ വൈകിയത്? 9 മണിക്കാകുമ്പോൾ ബേജാറുണ്ടായിരുന്നു, ഒന്ന് വിളിച്ചു നോക്കൂ എവിടെത്തി എന്നുള്ളത്. അങ്ങനെയുള്ളൊരു കുട്ടി 9 മണിക്ക് വന്നപ്പോൾ 10 മണിക്ക് വരുന്നേരോ ഒരു പ്രശ്നവുമില്ല. ഒന്ന് തലവേദനയായിട്ട് ഉമ്മ കിടക്കുമ്പോൾ 2ാമത്തെ കിടത്തം 3ാമത്തെ കിടത്തം 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങനെ വന്നു നോക്കുക, എന്താ അമ്മ പറ്റി, മാറിയില്ലേ, സുഖായില്ലേ എന്ന് ചോദിക്കുന്ന ആള് ഈയിടെയായിട്ട് ഒരു ദിവസം കിടന്നാലും വന്നു നോക്കുന്നില്ല. ശ്രദ്ധിക്കണം. ഇത് എന്തുകൊണ്ടാണ്? കുടുംബത്തോടുള്ള അറ്റാച്ച്മെന്റ് അത് എന്തുകൊണ്ട് ഇല്ലാതെയാകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഇന്ന്. കാരണം അത്രയേറെ മക്കളെ പിടിച്ചു വലിക്കുന്നു പുറത്തുനിന്ന്. ഇതൊരു വടംവലിയാണ്. ദശലക്ഷം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുടക്കിയിട്ട് കാത്തിരിക്കുക, മക്കളെയും കാത്തിരിക്കുക. വെരി വെരി വെരി. ഒരു കുട്ടിയെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നാൽ കിട്ടുന്നത് ദശലക്ഷം എന്ന് പറയാവുന്ന രീതിയില്ല. അടുത്ത ദിവസം നമ്മുടെ മംഗലാപുരത്ത് പഠിക്കാൻ പോയ ഒരു മകൻ അവിടെ പഠനം നിർത്തി പോരേണ്ടി വന്നു. 3 കൊല്ലം കൊണ്ട് പഠനം നിർത്തി പോരുക, എഞ്ചിനീയറിംഗിന് കൊണ്ടാക്കിയിട്ട്. ആ രക്ഷിതാവ് അവിടെ തീർക്കേണ്ടി വന്ന കടം 4,25,000 രൂപയാണ് മംഗലാപുരത്ത് അവൻ ഉണ്ടാക്കി വെച്ചത്. ലഹരി ടീമുമായിട്ട് ചേർന്നിട്ട് പലതരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വഴിവിട്ട രീതിയിൽ പോലും പണം സമ്പാദിച്ചു കൊടുത്തിട്ട് ലഹരിക്കുള്ള പണം കൊണ്ടുകൊടുക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്? അവരങ്ങോട്ട് വലിക്കും, പല കാരണങ്ങൾ പറഞ്ഞ്. ഇതാണ് നല്ലത്, ഇതാണ് നല്ലത്, ഇത് വേണം, ഇങ്ങനെയാവണം ജീവിതം, ഇതാണ് ജീവിതം, ഇതുകൊണ്ട് മാത്രമേ രസകരമാകൂ, ഇതൊക്കെ ഇല്ലെങ്കിൽ ഇത് ജീവിതം, ഇതൊക്കെ അല്ലെങ്കിൽ നീ ആര്, ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നീ എന്തിന് ജീവിക്കുക എന്ന് ചോദിച്ച് അങ്ങോട്ട് വലിക്കുന്ന സമയത്ത് സ്നേഹം കൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിലേക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അത്തരം അപകടത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പിന്നെ കുറച്ചുകൂടി ടിപ്സ് പാരന്റിങ്ങിന് വേണ്ടി പറയാമായിരുന്നു. പക്ഷെ അവിടെ കുട്ടികളുള്ളടുത്ത് പിന്നെ പാരന്റിങ്ങിന്റെ ടിപ്സ് പറഞ്ഞാൽ പിന്നെ അതിനെന്താ അർത്ഥമുള്ളത് ഇല്ലേ? ടിപ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ സ്വകാര്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ആ സാധനം കുട്ടികളോട് അടുത്ത് പറഞ്ഞാലും മനസ്സിലായില്ല, അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ടിപ്സിന് പ്രാധാന്യമില്ല. എനിവേ നിങ്ങൾക്ക് വളരെ മുന്നേറാൻ കഴിയും. ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വരും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. ഇതിന്റെ പ്രാധാന്യം, ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം ഇനിയും നിങ്ങളിത് വിടാതെ പിന്തുടരണം. 2011-12 കാലങ്ങളില് എക്സൈസുകാരെന്ന നിലയിൽ ഈ കുന്നമംഗലം റേഞ്ചിൽ വർക്ക് ചെയ്യുമ്പോഴാണ് MK ഗിരീഷ് സാർ എന്ന് പറയുന്ന ഇന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറോടൊപ്പം ആദ്യമായിട്ട് കഞ്ചാവ് കേസുകളിലൊക്കെ ഞാൻ സജീവമായിട്ട് വരുന്നു. ആ സമയത്ത് പിടിച്ചെടുക്കുന്ന കേസിലെ പ്രതികളിൽ നിന്ന് അവരുടെ പഴയ തരത്തിലുള്ള ഫോണിലേക്ക് ചില കോളുകൾ വരും. ഇന്നത്തെ ഫോണല്ല, കോളുകൾ വരും. ആ കോളുകളിൽ പലപ്പോഴും സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും 16-17 വയസ്സുള്ള കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 12-13 കൊല്ലം മുമ്പുള്ള കാര്യം പറഞ്ഞ് വലിയ ഞെട്ടലായിരുന്നു. എൻ്റെ അമ്മ, സ്കൂൾ കുട്ടികൾ കഞ്ചാവ് വിളിക്കാനോ? 8ാം ക്ലാസ്സിലെ കുട്ടി കഞ്ചാവിന് വിളിക്കുകയോ? ഞെട്ടി. ശരിക്കും പറഞ്ഞാൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ആ ഞെട്ടലിന്റെ പുറത്താണ് അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഇറങ്ങുന്നത്. അന്ന് ആർക്കും വിശ്വാസം വന്നില്ല. സ്കൂളുകളിൽ പോയി പറഞ്ഞപ്പോ അതോ 1-2 കേസുകളായിരുന്നു. അങ്ങനെ 2025-ലാണ് ഒരു പയ്യൻ
അവന്റെ അച്ഛനും അമ്മയും ഇവന്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുകയും ഞങ്ങളോട് അവനൊന്ന് പിടിച്ചിട്ട് നമുക്ക് ഡി അഡിക്ഷന് കൊണ്ടുപോകണോ, അതിനുള്ള പ്രവൃത്തി നടക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ റെഡിമെയ്ഡ് ആയിട്ട് ഞങ്ങളൊരു സീനൊക്കെ ഉണ്ടാക്കി അവന്റെ അച്ഛനും അമ്മയും കാണിച്ചു തന്ന പ്രകാരം അവന്റെ വീട്ടിൽ നിന്ന് സാധനം എടുത്തിട്ട് ആ അച്ഛനും അമ്മയും പിടിച്ച് ഞെട്ടിച്ച് ജയിലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവസാനം അവരെ കൊണ്ട് കാൽക്കൽ വീഴിക്കുന്ന നാടകം കളിച്ച് അവനെ ഞങ്ങള് ഡി അഡിക്ഷന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഡി അഡിക്ഷന് കൊണ്ടുപോയതിന്റെ മുമ്പ് ഇവനോട് സംസാരിച്ചപ്പോ ഇവൻ ഒരു വേള ഞങ്ങളോട് കയർത്ത് സംസാരിച്ചു. 2025 ഓർക്കണം. സാറേ, ഇത് എന്റെ മാത്രം പ്രശ്നമൊന്നുമല്ലല്ലോ, എന്റെ ക്ലാസ്സിൽ 12 പേര് വേറെ ഇത് ഉപയോഗിക്കുന്നവര്. ഞെട്ടിപ്പോയി ഞങ്ങൾ. ഒരു സ്കൂളിലെ 12 കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് കൂടെ പഠിക്കുന്നവൻ പറയുക. ഞെട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ശരിയാ, കുറെ കുട്ടിയൊക്കെ ചില സ്വഭാവക്കേടുകൾ കാണുന്നുണ്ട്, നമുക്കൊരു ക്ലാസ് വെക്കാന്നൊക്കെ പറഞ്ഞ് MK ഗിരീഷ് സാറിന്റെ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ HM ഇങ്ങോട്ട് വിളിച്ചു, സാറേ വരണ്ട, മാനേജ്മെന്റിനോട് സംസാരിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല. കാരണം ആ സ്കൂളിന്റെ പേരിൽ അങ്ങനെ ഒരു ക്ലാസ് നടത്തി കഴിഞ്ഞാൽ അവിടേക്കുള്ള കുട്ടികളുടെ എണ്ണം കുറയും. ഒരു വിഷയത്തെ നമുക്ക് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ആ വിഷയത്തെ അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു വിഷയം ഉണ്ട്, ഈ നാട്ടിലൊരു പുലി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പുലിയൊന്നും ഇറങ്ങിയിട്ടില്ല, എന്നിട്ട് നാളെ അവരെ പിടിച്ചതോ അത് വേറെ എന്തായിരിക്കും, പുലിയൊന്നും കഴിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പുലിയെ നമുക്ക് നേരിടാൻ കഴിയില്ല. പുലി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പുലി ഇറങ്ങി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. 2017-18 ഞാൻ ആദ്യം 2017 ആദ്യമായിട്ട് LSD കേസിൽ ഞാൻ വരുന്നത്. 2019 ആദ്യമായിട്ട് MDMA കേസിൽ ഞാൻ വരുന്നത്. ഇന്ന് 50-ലധികം കേസുകൾ ഞാൻ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞു 2024. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, 2021 ശേഷമാണ് ലഹരി ഇത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി, കൊറോണയ്ക്ക് ശേഷം. ഇതിന്റെ യഥാർത്ഥമായ എഫക്ട്, സൈക്കോസിസ് എന്ന് പറയുന്ന മനോരോഗം ബാധിച്ചവരെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു 2 കൊല്ലോടി കാത്തിരുന്നാൽ മതി. 2023 തുടങ്ങിയവര്, 24 തുടങ്ങിയവര്, 21 തുടങ്ങിയവര്, അവരിങ്ങനെ വന്നു തുടങ്ങിയിട്ടേ. ഈ വിഷയം വല്ലാതെ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കും. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലം. ഇത് വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അപകടം നമ്മുടെ സമൂഹത്തിൽ ഇത് ഉണ്ടാക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ചിലർക്കൊക്കെ അറിയണ്ട, അതുകൊണ്ട് ഞാൻ സ്ഥലവും പേരൊന്നും പറയുന്നില്ല. 16 വയസ്സ് താഴെയുള്ള കുറെ കുട്ടികള് പിന്നെ ഈ അടുത്ത സ്ഥലത്തൊരു കുറ്റവാളികളൊക്കെ 16 അതിന്റെ താഴെയുള്ള കുട്ടികൾ. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മോട്ടോർ മോഷണം പോയി. മോട്ടോർ ഇലക്ട്രിക്, നമ്മളെ ഇതിൽ വെക്കുന്ന വെള്ളത്തിൽ വെക്കുന്ന പോത്ത് മോട്ടോർ മോഷണം പോയി. അന്വേഷണവും കാര്യമായിട്ട് CCTV ഒക്കെ നോക്കിയപ്പോൾ കുട്ടികളെ കിട്ടി. കാര്യം മനസ്സിലായി. ഇവരെ മൊബൈൽ നോക്കി, അതിലൊരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ 24 പേരുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ കൊടുത്ത പേരെന്താണെന്ന് അറിയാം, കുറുവ സംഘം. വളരെ ദൂരെയല്ല കേട്ടോ, ഇവിടെ നിന്ന് നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത ദൂരത്തൊന്നുമില്ല. കോഴിക്കോട് ജില്ലയിൽ നമുക്ക് വളരെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങളൊക്കെ അന്വേഷിച്ചാൽ കിട്ടും. ആ ഗ്രൂപ്പിന് കൊടുത്ത പേരാ കുറുവ സംഘം. വണ്ടികളിൽ നിന്ന് ബാറ്ററി അടിച്ചു മാറ്റുക, വീടുകളിൽ നിന്ന് മോട്ടോർ അടിച്ചു മാറ്റുക, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ചപ്പോ എല്ലാവരും പണം ഉണ്ടാക്കുന്നത് ലഹരിക്ക്. ഈ അപകടം എവിടെ എത്തി നിൽക്കുമെന്ന് ആലോചിച്ചു. വളരെ ശക്തമായ രീതിയിൽ, വളരെ ക്രിയേറ്റീവായിട്ട്, ക്രിയാത്മകമായിട്ട് നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കണം. ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാനുള്ള അവസരം നിൽക്കണ്ട. ഏതായി കഴിഞ്ഞാലും ഞാനൊരു അല്പം നിങ്ങളെ മുഷിപ്പിച്ചു, ക്ഷമിക്കണം. ഞാൻ തുടങ്ങാൻ വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനോട് പറയായിരുന്നു, നമ്മൾ ഈ പരിപാടികളെല്ലാം തന്നെ കൃത്യത നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും പഠിച്ചവൻ ദൈവം തന്നതിൽ ഞാൻ ഏറ്റവും വിലമതിക്കുന്ന സാധനം എൻ്റെ സമയത്തെയാണ്. എൻ്റെ സമയത്തെയാണ് ഞാൻ ദൈവം തന്നതിൽ, എനിക്ക് തന്നതിൽ ഏറ്റവും വിലപ്പെട്ട സാധനം എൻ്റെ സമയമാണ്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഈ ഭൂമിയിൽ ഇവിടെ എത്തമ്പരാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് എത്ര കാരുണ്യം എന്നോടുള്ളത് കൊണ്ടായിരിക്കും. ഈ നിമിഷം സംസാരിക്കുമ്പോൾ വീണ് മരിക്കാവുന്നതേ ഉള്ളൂ എനിക്ക്, അല്ലേ? ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിം എന്ന് പറഞ്ഞ് വീണ് മരിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ അപ്പുറം ഓരോ നിമിഷവും എനിക്ക് തന്നിട്ടുണ്ടെങ്കിലേ അത് അങ്ങേയറ്റത്തെ കാരുണ്യമാണ്, അങ്ങേയറ്റത്തെ കാരുണ്യം. ആ സമയത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഞാൻ കുറേ സമയം മുഷിപ്പിച്ചു. ഞാൻ തുടങ്ങാൻ നമ്മുടെ പരിപാടികൾ എപ്പോഴും എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ നല്ല പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ എങ്ങനെയാണ്, നമ്മൾ കൃത്യത പാലിക്കാൻ കഴിയാറില്ല. എന്തായാലും ആ സമയത്തിന് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുക്കും മേലെ എന്നല്ല ഞാൻ പറഞ്ഞത്, രംഗീഷ് സാറ് പറയുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം അതൊരു വേറെ ശൈലിയാണ്, അതൊരു കഴിവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുക ഈ രീതിയിലാണ് കാര്യങ്ങൾ പറയാറുള്ളത്. അപ്പം അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെപ്പോലെ ഒരാൾ വരുമ്പോൾ ഇത് സംഭവിക്കുമെന്നുള്ളത്. ഏതായാലും ഈ നിമിഷങ്ങൾ അത്രയും നിങ്ങൾക്ക് മുഷിച്ചിലില്ലാതെ നിങ്ങളുടെ അറിവിലേക്ക്, നിങ്ങളുടെ ഓർമ്മകളിലേക്ക്, നിങ്ങളുടെ പ്രവൃത്തികളിലേക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ അങ്ങേയറ്റത്തെ കൃപയാണ്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് ഇദ്ദേഹത്തെ പോലെ ഒരു മഹാനായ ഗുരുവിന്, അങ്ങനെ തന്നെ ഞാൻ പറയും, 40 വർഷം അത് ചെറിയ കാര്യമല്ല. അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അറിവാണ് ഏറ്റവും മഹത്തരമായ കാര്യം. അതിലേക്കുള്ള വഴി അത് അങ്ങേത്തലയ്ക്ക്, അതിന് ഇനി നമുക്കങ്ങോട്ട് പറയാനില്ലാത്ത വാക്കുകളാണ്. ആ വഴിയിൽ 40 വർഷം ഒരുപാട് ശിഷ്യസമ്പത്തുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഗുരുവര്യൻ്റെ പാവന സ്മരണയ്ക്ക്, അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി നല്ല നമസ്കാരം ചെയ്തുകൊണ്ട് ഞാൻ ഈ വേദിയിലെ എൻ്റെ ദൗത്യത്തെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹം, സ്നേഹമാണ്. താങ്ക് യു സന്തോഷ് സാർ. വളരെ തിരക്കിനിടയിൽ നമ്മോട് സംവദിച്ച് മധുരമീ കൈമാരം എന്ന വിഷയത്തിൽ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള സന്തോഷ് സാറിന് ഹൃദയപൂർവ്വം കമ്മിറ്റിയുടെ പേരിൽ നന്ദിയും കടപ്പാടുകളും അറിയിക്കുകയാണ്.